ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമിത്തം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ഭഗവത്ഗീതയിൽ 16-ാമത്തെ അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 15 ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ആസുരീ സമ്പത്തിൻ്റെ പ്രഭാവത്തെ 3 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ വരുന്നത് എപ്പോഴാ? ഈ അസുരീഭാവം നമ്മളിൽ പോഷിപ്പിക്കപ്പെട്ട് പ്രകടമാകുന്നത് എപ്പോഴാണോ നമുക്ക് അജ്ഞാനത്താൽ വിവേകം നഷ്ടപ്പെടുക. ഇങ്ങനെ ഒരവസ്ഥയിലാണ് ഈ ആസുരി ഭാവം നമ്മളിൽ ഉടലെടുക്കുക. വിവേകം എന്ന് പറഞ്ഞാൽ ഈ അനുഭവജ്ഞാനത്തെയാണ് വിവേകം എന്ന് പറയുക, അല്ലെങ്കിൽ വിവരം എന്ന് പറയാൻ പറ്റും. ജ്ഞാനത്തെ വിജ്ഞാനമാക്കും. വിജ്ഞാനം തന്നെയാണ് വിവേകം. വിവേകം ഉണ്ടാകണമെങ്കിൽ ഏത് തരത്തിലുള്ള ജ്ഞാനം ലഭിച്ചാലും അത് അനുഭവജ്ഞാനത്തിലേക്ക് എത്തണം. അത് ഭൗതികമായ അറിവാണെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ വിവേകമാകണമെങ്കിൽ അത് അനുഭവത്തിലെത്തണം എന്നർത്ഥം. അതേപോലെ തന്നെയാണ് ആത്മീയ ജ്ഞാനവും. വെറുതെ നമ്മൾ ശാസ്ത്രം പഠിച്ചത് കൊണ്ടായില്ല, അത് പഠിച്ച് അത് അനുഷ്ഠിച്ച് അതിൽ നിന്നുള്ള അനുഭവജ്ഞാനം ലഭിക്കണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? വിവേകമായിട്ടില്ലെങ്കിൽ വിവാദമാകും. അനുഭവജ്ഞാനം ഇല്ലാത്തവരായി വിവാദം ഉണ്ടാക്കുന്നത്. വെറുതെ നമുക്ക് പറയാനൊന്നും വിഷമമില്ലല്ലോ. എന്ത് കാര്യം പറയാം, അഭിപ്രായം പറയാം. അങ്ങനെയാണ് ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാകാം, ഇങ്ങനെയാകാം, അങ്ങനെയായാൽ ശരിയാവും, ഇങ്ങനെയായാൽ നേരെയാവില്ല എന്നൊക്കെ പറയുമ്പം ഈ നേരെയാകുക എന്ന് പറയുന്നത് അനുഭവജ്ഞാനം വേണം. അപ്പോൾ ഉറപ്പായിരിക്കും അതിലിങ്ങനെ ചെയ്താൽ അത് അതിൻ്റെ ഫലം ഇന്നതായിരിക്കും ഉറപ്പായിട്ട് മനസ്സിലാകണമെങ്കിൽ അത് ചെയ്ത് അനുഷ്ഠിച്ച് അതിൻ്റെ ഫലത്തെ അനുഭവിച്ച് കിട്ടുന്ന ജ്ഞാനത്തെയാണ് വിവേകം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഗോസിപ്പ് കൊണ്ടൊന്നും കാര്യം നടക്കില്ല എന്നർത്ഥം. അനുമാനവും നിഗമനവും ആകാം നമുക്ക്, പക്ഷേ അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുമ്പോഴാണ് യാഥാർത്ഥ്യമായിട്ടുള്ള അനുഭവം ഫലം വരിക. വെറുതെ പറഞ്ഞതുകൊണ്ട് കർമ്മത്തിൻ്റെ ഗതി മനസ്സിലാവില്ല. ചെയ്യുമ്പോൾ തന്നെ കർമ്മത്തിൻ്റെ ഗതി മനസ്സിലാക്കുക ഗഹനമാണെന്നാണ് പറഞ്ഞേക്കണേ. ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഫലം വരിക. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ചെയ്ത് നോക്കാമല്ലേ. പരീക്ഷ എഴുതിയാൽ പരീക്ഷാഫലം അന്നേരം അറിയൂ. അതിന് കാലം കാത്തിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് വിവേകം എന്ന് പറയുന്നത്. അപ്പൊ ഈ അനുഭവജ്ഞാനം കിട്ടിയാലും ചില സമയത്ത് നമുക്ക് ഈ വിവേകം നഷ്ടപ്പെടുകയും ചെയ്യും. അനുഭവജ്ഞാനം കിട്ടിയത് മറക്കും ചിലപ്പോൾ. പിന്നെ അനുഭവജ്ഞാനത്തിലൂടെ കിട്ടിയാൽ അതിൽ അഹങ്കാരം, ഞാനിതൊക്കെ നേടി, എൻ്റെ കേമത്വം കൊണ്ടാ നേടി എന്നുള്ള അഹങ്കാരം വന്നാൽ ഈ കിട്ടിയ വിവേകം നഷ്ടപ്പെടുകയും. അപ്പൊ എന്താ? അറിയാതെ മറ്റുള്ളവർ പറഞ്ഞ കേട്ട് പ്രവർത്തിക്കും. ഒരു നിമിഷത്തേക്ക് മാറിയാൽ മതി. ഒരു നിമിഷത്തേക്ക് നമുക്ക് ഓർമ്മയില്ലാതായാൽ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ലാതാകുക. പഠിച്ച കാര്യം പോലും ഓർമ്മയില്ലാതായാൽ നഷ്ടപ്പെടും. അപ്പൊ എന്തെങ്കിലും കുരുത്തക്കെട് ചെയ്യും. ഇതെപ്പോ വേണമെങ്കിലും സംഭവിക്കാം, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അവിടെ ദോഷം ഉണ്ടാകും. ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ കർമ്മവും ചെയ്യണം. അതാണ് ഗുണങ്ങളാണ് ദൈവിക സമ്പത്ത്, ദോഷങ്ങളാണ് അസുരി സമ്പത്ത്. ഇത് വിവേക അനുഭവജ്ഞാനം ഉണ്ടായാൽ പോലും ചിലപ്പം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ട ഓർമ്മ ചിലപ്പം ഏത് ജന്മത്തിലായി എപ്പോഴാ അത് റീകളക്ട് ആകുന്നതെന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് 42 വയസ്സ് വരെ ഒന്നും ഓർമ്മയില്ലല്ലോ. ഞാൻ ഇത്രയൊക്കെ അറിയാവുന്ന ആളാണെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. അത് നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ നമുക്ക് എന്ത് കിട്ടിയാലും ആസുരി ദൈവീയ സമ്പത്തിന്റെ ഗുണങ്ങൾ കിട്ടിയാൽ അവിടെയൊക്കെ ഈ ആസുരി ഭാവം തലപൊക്കും.
സർപ്പത്തെ പോലെ തലപൊക്കും. എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ എൻ്റെ കേമത്വം കൊണ്ടാണ് മതവും മാത്സര്യവും അഹങ്കാരവും ഒക്കെ ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഈ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ, കഴിവ് നമുക്ക് പ്രകടമാകാൻ തുടങ്ങിയാൽ, ഏത് കഴിവ് പ്രകടമാക്കിയാലും അതിലൊക്കെ നമ്മുടേതായിട്ടുള്ളൊരു അഹങ്കാരം വരും. അപ്പൊ എവിടുന്നാ കിട്ടിയെന്നുള്ളതൊക്കെ മറക്കും. ചിലപ്പോൾ ആരാ തന്നെന്നുള്ളതൊക്കെ മറക്കും. അങ്ങനെയൊക്കെ അജ്ഞാനം കയറി പിടിച്ചാൽ, മായയായിട്ട് കയറി പിടിച്ചാൽ നമ്മൾ ഈ പറയുന്ന അവിവേകം നഷ്ടപ്പെടും എന്നർത്ഥം. അപ്പോഴാണ് ഇത് പ്രകടമാക്കുക. അപ്പോൾ അത് മാത്രമല്ല, ഈ വിവേകം നഷ്ടപ്പെട്ടാലോ പിന്നെന്താ കുഴപ്പം? അതാണ് ഇനി പറയുന്നത്. അനേക ചിത്തവിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമപുയേഷു പതന്തി നരകേശു. പിന്നെന്താ സംഭവിക്കുക? പലതരം വിഷയ അനുഭവങ്ങളാൽ മനസ്സ് പതറിയവരും മോഹവലയത്തിൽ കുരുങ്ങിയവരും ഇന്ദ്രിയ സുഖ അനുഭവങ്ങളിൽ ഒട്ടിച്ചേർന്നവരുമായിരിക്കുന്ന അവർ, അഥവാ ആസുരി ജനങ്ങൾ, നിഷ്കൃതമായ അല്ലെ നികൃഷ്ടമായിരിക്കുന്ന നരകത്തിൽ പോയി വീഴും. വിഷയാഭിലാഷങ്ങളുടെ പിമ്പെ പോകുന്ന മനസ്സ് സദാ ചഞ്ചലവും പരിഭ്രാന്തവുമായിരിക്കും. ശാന്തിയോ സമൃദ്ധിയോ സംതൃപ്തിയോ സ്വസ്ഥതയോ ആ മനസ്സിന് ഒരിക്കലും ലഭിക്കുകയുമില്ല. അതിൻ്റെ ഭാവിയും പരിതാപകരമായിരിക്കുമെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. കഷ്ടമേ എത്ര നാളോ പരം ചിത്തഭ്രമത്താൽ അലഞ്ഞിടുന്നു. എല്ലാവർക്കും ഉണ്ട് ഒരു തരത്തിലല്ലേ മറ്റു തരത്തിൽ ചിത്തഭ്രമേ. ഭക്തിയിലും ചിത്തഭ്രമമുണ്ട്. അതെന്തുകൊണ്ടാണ് വരണേ? വിഷയാഭിലാഷങ്ങളുടെ പിമ്പേ പോകുന്ന മനസ്സിന് മുമ്പേ പോകുന്നുണ്ടൊരു സാധനം. അതെന്താണ്? ഇന്ദ്രിയ വിഷയങ്ങൾ. അതാണ് മനസ്സിനെ പോലും പിടിച്ചു വലിക്കുക. നിങ്ങൾ ശരീരം കൊണ്ട് പോയില്ലേലും ഇവിടെ അടങ്ങിയിരിക്കുകയാണെങ്കിലും മനസ്സും ചാടിപ്പോവും. നിങ്ങൾ ഇച്ഛിക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോവും, ഇച്ഛിക്കുന്ന വിഷയങ്ങളിലേക്ക് പോവും. അതുകൊണ്ടാണ് വിഷയാഭിലാഷങ്ങളുടെ പിൻപേ പോകുന്ന മനസ്സ് സദാ ചഞ്ചലമായിരിക്കും. അത് ചഞ്ചലാവസ്ഥ ഉണ്ടായ പരിഭ്രാന്തമാകും. പരിഭ്രാന്തി ആവുക എന്ന് പറയുന്നത് ആ ചിത്തഭ്രമം എന്ന് പറയുന്നത്. അത് ആദിദൈവീയ ദുഃഖത്തിന് കാരണമാവും. സ്റ്റേബിലിറ്റി ഇല്ലാതെ വരുന്നതിന് ആദിദൈവീയ ദുഃഖം എന്ന് പറയണം. പിന്നെ ഇരുന്നാ ഇരിപ്പുറക്കില്ല, കിടന്നാ കിടപ്പുറക്കില്ല, നടന്നാ നടപ്പുറക്കില്ല, ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ എടുത്തു വെച്ചാൽ അത് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് അതിൻ്റെ ഭാവിയും പരിതാപകരമായിരിക്കും ഇവിടെ എന്ന് വ്യക്തമായിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക്, ചിത്തഭ്രമം ഭാവിച്ച ചഞ്ചലാവസ്ഥയുള്ളവർക്ക് ഒരു കാര്യവും സ്റ്റെബിലിറ്റിയോടുകൂടി ചെയ്യാൻ പറ്റില്ല. അപ്പൊ പരിതാപകരാവും. പല ആഗ്രഹങ്ങളും മനസ്സ് പതറുക എന്ന് പറയും. അതാണ് വ്യാപരിക്കുന്ന ബുദ്ധി കർമ്മയോഗത്തിന് പറ്റിയതല്ല എന്നൊക്കെ ഭഗവാൻ പറഞ്ഞത്. നമ്മൾ പല കാര്യങ്ങൾ വ്യാപരിക്കുന്ന മനസ്സിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പൂർത്തിയാക്കില്ല. ഒക്കെ ആരംഭശൂരത്വം കാണിക്കും, അവിടെ ഇവിടെയൊക്കെ അത് ചെയ്യും, എന്നിട്ടൊന്നും പൂർത്തിയാക്കുന്ന ഭാവം ഉണ്ടാവില്ല. അതായി പതറിയ മനസ്സിൻ്റെ കുഴപ്പം. എന്ത് ചെയ്താലും അതിലെന്തെങ്കിലുമൊക്കെ ബാക്കി വിടും. ബാക്കി വയ്ക്കുക മാത്രമല്ല, എന്ത് സാധനം എടുത്താലും എടുത്തെടുത്ത് വെക്കില്ല, എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകും. എന്നിട്ട് അത് ആവശ്യം വരുമ്പോൾ തെരഞ്ഞ് ചഞ്ചലാവസ്ഥയിലാകും. അവനോന് ചഞ്ചലാവസ്ഥയാവും. എവിടെ എന്ന് ചോദിച്ചിട്ട് ബാക്കിയുള്ളവരും കൂടെ പ്രശ്നത്തിലാക്കും. എന്നാൽ ഇവരുടെ ഒടുങ്ങാത്ത കാമഭോഗങ്ങളിലുള്ള രമിക്കുന്നവരുമായിരിക്കും. അവർക്ക് എത്ര കിട്ടിയാലും അത് അങ്ങനെയുള്ളവര് എപ്പോഴും ദോഷത്തിൽ, നരകത്തിൽ പോയി വീഴാന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഇവർക്ക് ദുഃഖവും ദുരിതമായിരിക്കും അനുഭവിക്കാനുണ്ടാവും. ആത്മസംഭവിതാ സപ്ത ധനമാന്യം അധന്യത യജന്തേ നാമയജ്ഞേസ്തേ ദംഭോന അവധിപൂർവകം. ആത്മസംഭവിത, തന്നെത്താൻ പൂജിക്കുന്നവരും സപ്ത ഉദ്ധതന്മാരും ധനമാന മധന്യതാതേ, ധനം കൊണ്ടുള്ള ഗർവും ഹുങ്കും ചേർന്നവരുമായിരിക്കുന്ന അവർ ദംഭേന, ദമ്പ് മൂലം അവധിപൂർവകം
വിധിപ്രകാരമല്ലാത്ത യജ്ഞയെ പേരിന് മാത്രമുള്ള ചടങ്ങുകളാൽ യജ്ഞം ചെയ്യുന്നു. ഇതൊക്കെ ആധ്യാത്മികയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. തന്നെത്താൻ പൂജിക്കുക, എന്നെ തന്നെ പൂജിച്ചാൽ മതി എന്ന് പറയും അല്ലേ? ഹിരണ്യേശ്വരൻ പറയുന്ന പോലെ എൻ്റെ നാമം ജപിക്കും. എന്തിനായി വിഷ്ണുവിൻ്റെ നാമം ജപിക്കണം? ഇതൊക്കെയാണ് ആസുരീഭാവത്തിന്റെ പ്രത്യേകത. പിന്നെ ഉദ്ധതന്മാര് ധനം കൊണ്ടുള്ള ഗർവ് കാണിക്കുക. ആസുരി ജനങ്ങൾ ഡംബോട് വിധിപ്രകാരം അല്ലാത്ത യജ്ഞത്തിന്റെ പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. യഥാർത്ഥമായ യജ്ഞഭാവന ഇല്ലാതെ കേമത്വം കാട്ടുന്നതിനോടും പ്രശസ്തിക്ക് വേണ്ടിയോ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും യജ്ഞമാകുന്നതല്ല, വെറും കാട്ടിക്കൂട്ടലേ ആകൂ. ആസുരി പ്രകൃതിക്ക് ഇത്തരം കാട്ടിക്കൂട്ടലായിട്ട് ഇരിക്കും താല്പര്യം. ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ പേര് അവിടെ എഴുതി വെക്കണം, അന്നദാനം നടത്തിയാൽ എൻ്റെ പേര് വിളിച്ചു പറയണം എന്നൊക്കെ പറയുന്നത് ഈ വകുപ്പിൽപ്പെട്ടതാ. ഇനി യജ്ഞങ്ങളോ പൂജകളോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഒക്കെ ഇതൊക്കെ പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയൊക്കെ പ്രകടമാക്കുന്നത് ഞാൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. തുലാഭാരം തുടങ്ങിയ എങ്ങനെയാണ് ഇത് കാണിക്കുന്ന ഭഗവാന്റെ അടുത്ത് തന്നെ നിൽക്കുന്ന രണ്ട് പത്നിമാര്, സത്യഭാമ ഈ പറയുന്ന ഭാവം കാണിക്കുന്ന ആളാണ്. പ്രകടന ഭക്തി, പ്രത്യക്ഷ ഭക്തി, എന്ത് ചെയ്താലും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് ഇന്ന ആളെ പൂജയ്ക്ക് വേണം, പറയുന്ന ആളെ വിളിച്ചു വരുത്തുക, ഇങ്ങനെയുള്ള പ്രകക്ഷേണ ഭക്തിയുടെ ആളാണ് ആര്? രുക്മിണി ദേവി. ഭഗവാന്റെ ഇടത്തും വലത്തും ഉണ്ട്. അപ്പം നമ്മളിൽ തന്നെ ചില സമയത്ത് ഈ രണ്ട് ഭാവവും പ്രകടമാകാം. ചിലപ്പോൾ നമ്മൾ ആരും അറിയാതെ ചില കാര്യങ്ങൾ, ഭക്തിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. ചില സമയത്ത് മറ്റുള്ളവരെയും കൂടെ അറിയിച്ചിട്ട് ചെയ്യും, ഞാനത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞു. കാരണം ഈ രണ്ട് സമ്പത്തും നമ്മുടെ കയ്യിലുണ്ടേ, ദൈവീയ സമ്പത്തുണ്ട്, ആസുരി സമ്പത്തുണ്ട്. അപ്പം ചില സമയത്ത് ഏതാണ് പോഷിപ്പിക്കപ്പെടുന്നത്, പ്രകടമാകുന്നത്, അതിൻ്റെ ഭാവം കാണിക്കും. യഥാർത്ഥ മനുഷ്യജന്മത്തിൽ ചെയ്യേണ്ട രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതും ദൈവീയ സമ്പത്തിനെ പോഷിപ്പിച്ച് നിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ആസുരി സമ്പത്തിനെ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ അനുഭവിക്കാൻ ദോഷം വരാത്ത വിധത്തിൽ. ആസുരി സമ്പത്തിൽ നിന്നാ ഈ നരകയാതനകളും നമുക്ക് ഈ 3 തരത്തിലുള്ള ദുഃഖവും അനുഭവിക്കുന്നത് ആസുരി സമ്പത്തിന്റെ അതിക്രമം കൊണ്ടായിരിക്കും. അപ്പൊ അത് ബാലൻസ് ചെയ്ത് ഉപയോഗിച്ചില്ലെങ്കിൽ, ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? 3 തരത്തിലുള്ള ദുഃഖം ഉണ്ടാകും, 3 തരത്തിലുള്ള ബന്ധനത്രയങ്ങളും ഉണ്ടാകും. മൂന്ന് തരത്തിലുള്ള ദുഃഖം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രാരാബ്ധത്തിൽ പെടുന്നതാണ്. ഒന്ന് ആധ്യാത്മിക ദുഃഖം, ശരീരത്തിനും മനസ്സിനും ബാധിക്കുന്ന രോഗങ്ങള്, നമ്മുടെ ആഹാരവിഹാരത്തിൽ നിന്നൊക്കെ ഈ രോഗങ്ങളും നമ്മുടെ മനസ്സിന്റെ ചഞ്ചലാവസ്ഥ പോലും മാനസിക രോഗത്തിനും ശാരീരികമായ രോഗത്തിനും കാരണമായി ഭവിക്കും. അത് ആധ്യാത്മിക ദുഃഖത്തിന് കാരണമാവും. ശരീരത്തിനും മനസ്സിനും രോഗം ബാധിച്ചാൽ അത് പിന്നെ ദുഃഖമാണല്ലോ. അത് വന്നാൽ ഉടനെ മറ്റും കയറി പിടിക്കും. എന്താ? ദൈവിക ദുഃഖം, ചഞ്ചലാവസ്ഥ, പരിഭ്രമം. ജലദോഷം വന്നാൽ മതിയില്ല, ഒരാൾക്ക് വീട്ടിൽ നിന്ന് ജലദോഷം വന്നാൽ മതി, എനിക്കും വരുമോ എന്ന് പേടി വരും. പിന്നെ ഇനി ജലദോഷം വന്നാലോ, പനിയാവോ? പിന്നെ ഓരോ പേരിട്ട് വിളിക്കുന്നുണ്ടല്ലോ, ഓരോ പനിയുടെ പേര്. അതെങ്ങാനും പിടിച്ചെങ്കിലോ? പക്ഷിപ്പനി, പച്ചിപ്പനി, പൂച്ചപ്പനി, ഡെങ്കി, പിങ്കി. പിന്നെ ഇതെങ്കിലും വരുമോ എന്നുള്ള പേടിയാവും. അപ്പൊ എങ്ങനെയായാലും ആദ്യം ദൈവിക ദുഃഖം വരും. പിന്നെ ബന്ധനം ഉണ്ടല്ലോ, ബന്ധങ്ങളുണ്ട്, രക്തബന്ധമുണ്ട്, നക്ഷത്രബന്ധമുണ്ട്. ഈ 3 തരത്തിലുള്ള ബന്ധങ്ങൾ ബന്ധനായിട്ട് മാറും. അപ്പൊ ഈ ആസുരി സമ്പത്തിന്റെ അതിക്രമമാണ് ഇതിനൊക്കെ കാരണമായി ഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രാരാബ്ധം ഒഴിയാതെ പോകുന്നത് ഈ അവസ്ഥയാണ്. ഇനി അഥവാ നമ്മള് യജ്ഞകർമ്മങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലും ഈശ്വരാനുഗ്രഹം, ദൈവീയ ഗുണം പ്രകടമാകാൻ തുടങ്ങിയാൽ എന്താ കുഴപ്പം?
അവിടെയും കുഴപ്പമുണ്ട്. യഥാർത്ഥമായിരിക്കുന്ന യജ്ഞഭാവന ഇല്ലാത്ത കേവത്വം കാട്ടുന്നതിനോ പ്രശസ്തിക്ക് വേണ്ടിയോ പേരിനു വേണ്ടിയോ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും യജ്ഞമാവുന്നതല്ല, വെറും കാട്ടിക്കൂട്ടലേ ആകൂ. ആസുരി പ്രകൃതികൾ ഇത്തരക്കാരായിരിക്കും. ഈ കാട്ടിക്കൂട്ടലിലായിരിക്കും അവർക്ക് താല്പര്യം. അത് നമുക്ക് ഒരു ക്ഷേത്രത്തിൽ തന്നെ പോയാൽ കാണാം, വിഷമമൊന്നുമില്ല. യഥാർത്ഥ ഭക്തിയുള്ളവരെയും ഇല്ലാത്തവരെയും ഈ പേര് കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവരെയും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ ഒരു വിഷമവും ഇല്ല എന്നർത്ഥം. പിന്നെ അഥവാ യജ്ഞഭാവനയുടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്താലോ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എന്തെങ്കിലും കിട്ടും. കിട്ടിയാൽ എന്താ കുഴപ്പം? അവിടെ ആസുരീഭാവം പ്രകടമാകും. അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം, മമാത്മാ പരദേഹേഷു പ്രതിഷ്യന്തോ അഭ്യസൂയ. അവിടെ അസുരീഭാവം, അഹങ്കാരം, ബലം, ദർപ്പം, കാമം, അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം ച സംസ്ഥത, ക്രോധം എന്നിവയെ ആശ്രയിച്ചവരായിട്ട് അഭ്യാസൂയക, അസൂയാലുക്കളായിട്ടുള്ള അവർ ആത്മപരദേശു മാം, സ്വദേഹത്തിലും അന്യദേഹത്തിലും ചെയ്യുന്ന എന്നെ അഥവാ ഈശ്വരനെ പ്രതിഷ്യന്ത ഭവന്തി, ദേഷിക്കുന്നവരായിട്ട് ഭവിക്കും. ഈ പറയുന്ന അച്ചീവ്മെന്റ് നിങ്ങൾ ഭക്തിയിൽ നിന്ന് കിട്ടിയാലും വേണ്ടില്ല, നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇഷ്ടഭോഗം കിട്ടിയാൽ പോലും വേണ്ടില്ല, അതിൽ എനിക്ക് കിട്ടി, ഞാൻ എൻ്റെ എന്നുള്ള ഭാവം വരും. കിട്ടുന്നവരെ ഭഗവാനോട് ഭക്തിയുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഞാനാ. പിന്നെ സ്വന്തം ദേഹത്തിലും ഭഗവാനെ കാണില്ല എന്ന് മാത്രമല്ല, അന്യദേഹത്തിലും കുടികൊള്ളുന്ന എന്നെ, പരമാത്മാവിനെ ദേഷിക്കുകയും കൂടെ ചെയ്യും. വെറുക്കാനും കൂടെ ഇടവരും. അത് ഇച്ഛിക്കുന്നത് കിട്ടിയിട്ട് നഷ്ടപ്പെട്ടാൽ പിന്നെ പറയും വേണ്ട. അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന ആള് പോക്ക് നിർത്തിയതൊക്കെ എനിക്കറിയാം, മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവർ ഗുരുവായൂരപ്പനോ ദേഷ്യം വന്നിട്ടെ, ഇതൊക്കെയാ വെറുക്കാന്ന് പറയണേ. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യവും ഈ പറയുന്ന വിദ്വേഷവും ഈശ്വരനോട് വരെ ഉണ്ടാവും. നമ്മുടെ കൂടെ ഉള്ളവരോട് ഉണ്ടാകുന്നത് മാത്രമല്ല, ഈശ്വരനോട് വരെ ഉണ്ടാവും. ഇത് അസുരി ഭാവമാണ്, അസുരി സമ്പത്തിന്റെ പ്രഭാവമാണ്. അഹങ്കാരം എന്ന് പറയപ്പെടുന്നതാണ് അവിദ്യ. അത് സകല ദോഷങ്ങൾക്കും അനർത്ഥ പ്രവൃത്തികൾക്കും മൂലമായി തീരും എന്ന് ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എവിടെ വ്യക്തിപരമായാലും കുടുംബത്തിലായാലും പുറത്തായാലും എവിടെ എന്തെങ്കിലും ദോഷം പ്രകടമായി കാണുന്നുണ്ടോ അവിടെ അസുരീ സമ്പത്തിന്റെ അതിക്രമം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇല്ലാതെ സംഭവിക്കുന്ന പ്രശ്നമില്ല. നമ്മൾ എന്തെങ്കിലും ഗുണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ദൈവീയ സമ്പത്താണ്. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കേമത്വം കൊണ്ടാ കിട്ടിയെന്ന് തോന്നിയാൽ പിന്നെ ഈശ്വര നിന്ന പ്രകടമാകും എന്നർത്ഥം. പണ്ട് മഹാരാഷ്ട്രയിൽ ഒരു ഗണപതി ഭക്തനായിട്ടുള്ള കുട്ടി ഉണ്ടായിരുന്നു. അത് പഠിക്കാൻ പോകുമ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴും പഠിക്കാനിരിക്കുമ്പോഴും സകല സമയവും ഗണപതിയുടെ ഭക്തനായിരുന്നു. ഗണപതിയെ വിചാരിച്ചിട്ട് എന്ത് കാര്യം ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഗണപതിയെ പ്രാർത്ഥിച്ച് എന്തെങ്കിലും വഴിപാടൊക്കെ കഴിച്ചിട്ടാ പോവുക. എന്നിട്ട് എല്ലാ ക്ലാസ്സും പാസ്സായി, 10ാം ക്ലാസ്സും പാസ്സായി കഴിഞ്ഞപ്പം ഇയൊക്കെ ഒരു സമയത്ത് 10ാം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷയ്ക്ക് എഴുതണതിൻ്റെ ദിവസവും ഇങ്ങനെ ഓരോ വിഷയവും ഗണപതിയെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി എഴുതാം. എല്ലാത്തിനും നല്ല മാർക്കും കിട്ടാറുണ്ട്, അച്ചീവ്മെൻറ്റും കിട്ടാറുണ്ട്. കണക്ക് പരീക്ഷയുടെ അന്ന് ഇയാൾക്ക് വെറുതെ ഒന്ന് തോന്നി, അല്ല ഞാനല്ലേ പഠിച്ചിട്ട് പരീക്ഷ എഴുതുന്നത്, ഇതിലിപ്പം ഗണപതി ഇപ്പം എന്താ ചെയ്യണം? എന്നിട്ട് ഈ കണക്കിന്റെ പരീക്ഷയുടെ അന്ന് ഇയാൾ കണക്ക് കൂട്ടാൻ തുടങ്ങി. ഇതുവരെ എനിക്ക് ഗണപതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര പൈസ ചെലവായി, ഇതാന്നൊക്കെ പറഞ്ഞിട്ട് കണക്ക് ടോട്ടൽ നോക്കി കഴിഞ്ഞപ്പോൾ നഷ്ടമാണ്. ഗണപതി ഒന്നും ചെയ്തിട്ടുമില്ല, ഞാനാണ് പഠിച്ച് പരീക്ഷ എഴുതിയത്. എന്നിട്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് എഴുതാനുള്ളൊക്കെ എഴുതി പേപ്പർ കൊടുക്കേണ്ട, ആൻസർ പേപ്പർ കൊടുക്കേണ്ട ഘട്ടത്തിലാണ് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ തോന്നിയിട്ട്
ഇതാണ് ചിന്താപരിമേയം ച പ്രളയാന്തമോപവാസിത. ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് പോകുന്നത് അത് അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പറഞ്ഞ പോലെ മിഥ്യാചാരമായിട്ട് മാറും. അപ്പോൾ പരീക്ഷയ്ക്ക് കണക്കിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പേപ്പറൊക്കെ റെഡിയാണ്, ടീച്ചറൊന്നും ചോദിച്ചാൽ കൊടുക്കാൻ പാകത്തിന് എഴുതിയിട്ടിരിക്കുമ്പോഴാണ് തോന്നിയത്, എനിക്ക് വെറുതെ ഇങ്ങനെ തോന്നി, എന്തിനാ ഇപ്പം ഞാൻ ഈ ഗണപതിക്ക് കാശൊക്കെ കൊടുത്തേ. എന്നിട്ട് അതിൻ്റെ ഒരു കണക്കൊക്കെ ലിസ്റ്റ് വെറുതെ പേപ്പറിൽ എഴുതി. അവസാനം എന്ത് പറ്റി? ഈ ചിന്തയിൽ മുഴുകിയിരുന്ന ആളുടെ അടുത്തുനിന്ന് അവസാനം പരീക്ഷ കഴിയണ സമയത്ത് ടീച്ചർ വന്ന് പേപ്പർ എടുത്തപ്പോൾ ഈ ഗണപതിയുടെ കഴുത്ത് കണക്ക് എഴുതിയ പേപ്പർ ആൻസർ പേപ്പറിൻ്റെ കൂടെ കൊടുത്തു. യഥാർത്ഥത്തിൽ ആൻസർ എഴുതിയ പേപ്പർ കൊടുത്തില്ല. കണക്കിന്റെ പരീക്ഷ വന്നപ്പോൾ ആള് തോറ്റു. യഥാർത്ഥത്തിൽ കണക്കിന്റെ പരീക്ഷ എഴുതിയ പേപ്പർ കയ്യിലിരുന്നു. ഈ വേണ്ടാത്ത ഗണപതിയെ പറ്റി കണക്കൂട്ടി പേപ്പർ എടുത്തു കൊടുത്തു. ചോദിക്കാത്ത ചോദ്യത്തിന് ഉത്തരം എഴുതി പരീക്ഷയ്ക്ക് തോറ്റു. ഭഗവാൻ എങ്ങനെയാ കളിച്ചെന്ന് നോക്കിക്കോളൂ. വേണ്ടാത്ത ചിന്ത, ആവശ്യമില്ലാത്ത സമയത്ത് യഥാർത്ഥ വിവേകം നഷ്ടപ്പെട്ടാൽ ആസുരീഭാവം കടോടും. അവിടെ ഭഗവാനെ നിന്ദിക്കാൻ ഇടവരും. നിന്ദിച്ചാൽ നരകതുല്യമായ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് ആസുരി സമ്പത്തിൻ്റെ പറയാം. അപ്പം വിവരം ഉണ്ടായിരുന്നു. അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടാണ് അത് നിലനിർത്തിക്കൊണ്ട് പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് മേടിക്കാൻ സാധിച്ചു. അവസാനം ഒരു പരീക്ഷ ആയപ്പോൾ വെറുതെ കണക്ക് കൂട്ടി ഞാൻ ഇതുവരെ എത്ര പൈസ കൊടുത്തു, ഗണപതിക്ക് വഴിപാട് ഒഴിച്ചു, എന്നിട്ട് വെറുതെ ഒരു വികട ചിന്ത തോന്നി, ഗണപതി എന്തപ്പം ചെയ്തേക്കണം, ഞാനല്ലേ പഠിച്ച് പരീക്ഷ എഴുതി. അവസാനം വിവേകം നഷ്ടപ്പെട്ടപ്പോൾ എന്ത് പറ്റി? ഗണപതിയുടെ കണക്ക് എഴുതി കൂട്ടിയ കണക്ക് പേപ്പറിന്റെ പരീക്ഷയ്ക്ക് ഈ പേപ്പർ കൊടുത്തു. പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ കണക്കിൻ്റെ മാർക്ക് കുറഞ്ഞിട്ട് തോറ്റു. ഇങ്ങനെ ചിലപ്പം നിന്ദിക്കും നമ്മളെ. നമുക്ക് കാര്യസാധ്യത്തിന് ചിലപ്പം ഭഗവാനെ വിളിച്ച് നടക്കും. ഹേമത്തൊക്കെയാണ് കാര്യം സാധിച്ച വിദ്യയിലിപ്പോ ഭഗവാൻ ഇപ്പൊ എന്താ ചെയ്യുന്നത് എന്ന് തോന്നിയാൽ പോയില്ലേ കാര്യം. അതാണ് വിവേകം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു. ആസുരി ജനങ്ങൾക്ക് അജ്ഞത കൊണ്ട് വിവേകം നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഇങ്ങനെ ഒരു നിമിഷയ്ക്ക് നഷ്ടപ്പെട്ടാൽ ആകെ വികലമായി പോകും നമ്മുടെ കർമ്മം. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. അഹങ്കാരം എന്ന് പറയപ്പെടുന്നതാണ് അവിദ്യ. അത് സകല ദോഷങ്ങൾക്കും അനർത്ഥ പ്രവൃത്തികൾക്കും മൂലമായി തീരും. താനകം ദേഷിത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ശിവാമ്രജ ശ്രമശൃംഭാൻ ആസുരി ശവയോനിഷു. ദീക്ഷിത ക്രൂരാൻ, ഇങ്ങനെ ദ്വേഷിക്കുന്നവരും ക്രൂരന്മാരും, അശുഭാൻ താൻ നരാധമാൻ, അശുഭകർമാക്കളുമായിരിക്കുന്ന ആ മനുഷ്യധാമന്മാരെ, അഹം സംസാരേഷു, ഞാൻ സംസാരത്തിൽ, ആസുരീഷു യോനിഷു ഏവ, ആസുരി യോനികളിൽ തന്നെ, അജസ്രം ഷിമാപി, ഷിമാപി എന്ന് പറഞ്ഞാൽ എല്ലാം എപ്പോഴും തള്ളിയിടും. എന്തില്? നരകത്തിലേക്ക് തന്നെ. ഇത്തരത്തിലുള്ളവരെ ഞാൻ തന്നെ സംസാര സാഗരത്തിലേക്ക്, അയോനികളിലേക്ക് എന്ന് പറഞ്ഞാൽ മൂഢയോനികൾക്ക്, മനുഷ്യജന്മം കിട്ടിയാൽ പോലും തനിക്ക് കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മത്തിന്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അതായത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യജന്മം കിട്ടിയിട്ടും മൃഗതുല്യരായിട്ടും മൃഗങ്ങളെ കൊന്നു തിന്ന് അതാണ് ശ്രേഷ്ഠം എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ചാൽ അവരെ ഈ മൂഢയോനികളിലേക്ക് എന്ന് പറഞ്ഞാൽ ആ മൃഗങ്ങളുടെ ജന്മങ്ങളിലേക്ക് തള്ളിയിടുന്നു. ദേഷിക്കുന്നവരും ക്രൂര സ്വഭാവികളും പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരുമായിരിക്കുന്ന അത്തരത്തിലുള്ള നീച മനുഷ്യരെ എല്ലായ്പ്പോഴും ജനന മരണ പ്രവാഹമായിരിക്കുന്ന സംസാരത്തിൽ ആസുരി യോനികളിൽ തന്നെ തള്ളിയിടും. ദീക്ഷിത, ദീക്ഷിത എന്ന് പറഞ്ഞാൽ എന്താ? അന്യജനങ്ങളെയും പരമാത്മാക്കളെയും ദേഷിക്കുന്നവർ, വെറുക്കുന്നവർ. ഇത്തരത്തിലുള്ള മനുഷ്യധാമന്മാർക്ക് വീണ്ടും വീണ്ടും നികൃഷ്ട അവസ്ഥയിൽ തന്നെ ജനിക്കേണ്ടി വരുമെന്ന് താല്പര്യം. ഇതൊക്കെ പ്രത്യക്ഷമായിട്ട് ചില കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിയാനിട വന്നിട്ടുണ്ട്.
മനസ്സിലായില്ലേ? ബ്രാഹ്മണനായിരുന്നയാള് നായയായിട്ട് ജനിച്ചിട്ട് ആ കർമ്മം ചെയ്യിപ്പിച്ച ആള് നായയായിട്ടും ആരാണോ ചെയ്തത് അവരെ കൊണ്ടൊന്ന് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ദർശനം നടത്തുകയൊക്കെ ചെയ്തു. അവര് കുളത്തിൽ പോയി കുളിച്ച് ശുദ്ധമായിട്ട് ഈറന്നസത്താ വരാൻ പറഞ്ഞു. ഇതൊക്കെ ഇവിടെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ ഇവരെയും കൂട്ടി ഞാനും കുളിച്ചു ഒപ്പം തന്നെ. എന്നിട്ട് ഈ കുളത്തിൽ കുളിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരു നായ ഇവിടെ കിടന്ന് ശക്രശ്വാസം വലിക്കുന്നുണ്ടായിരുന്നു. അത് ചുമച്ച് രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. എന്നിട്ട് കുളിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഈ നായ ജീവൻ പോയിരിക്കണം. പൂർവ്വജന്മത്തിൽ ബ്രാഹ്മണനായിരുന്നു. ഈ നികൃഷ്ടകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരണ കൊടുത്ത ആളാണ്. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആ ചെയ്യിപ്പിച്ച ആളാണ് ഈ നായായിട്ട് ജനിച്ചിട്ട് ചക്രശ്വാസം വലിച്ച് രക്തം ഛർദ്ദിച്ച് അങ്ങോട്ട് പോകുമ്പോൾ കിടക്കുന്ന കണ്ടു. തിരിച്ച് കുളിച്ചിട്ട് ഇവരെയും കൊണ്ട് തിരിച്ചു വരുമ്പോഴത്തേനും ആ നായയുടെ ജീവൻ പോയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. നമ്മൾ ചെയ്താലും ദണ്ഡനീതി അനുസരിച്ചുകൊണ്ട് ഒരു കർമ്മം, തെറ്റായ കർമ്മം ചെയ്താല് പിന്നെ ചെയ്തയാൾക്ക്, ചെയ്യിപ്പിച്ച ആൾക്ക് ആ ചെയ്ത കർമ്മത്തെ ആരെങ്കിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അനുമോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ദണ്ഡനീതിയിൽ ശിക്ഷയുണ്ടെന്നർത്ഥം. വെറുതെ നമ്മൾ നേരം പോക്കിന് അത് നന്നായി എന്ന് പറഞ്ഞാൽ മതി, അതിനും കിട്ടും ശിക്ഷ. അധർമ്മം നടന്നിട്ട് അത് കണ്ടിട്ടോ മനസ്സിലാക്കിയിട്ടോ അത് നന്നായി എന്നെങ്ങാനും പറഞ്ഞാണ്ടല്ലോ അതിനും കിട്ടും ശിക്ഷ. വീട്ടുനാളത്തേക്ക് ചെയ്യുന്നവരെ, ചെയ്യിപ്പിക്കുന്നവരെ, അനുമോദിക്കുന്നവരെ, ഇതൊക്കെ ആശ്രയം യമനിയമങ്ങളിലുള്ള നിയമം ഞാൻ പറയുന്നത്. ഒരു വസ്തു കട്ടെടുക്കാന്ന് വെച്ചോളൂ. ഒരാള് തസ്കരനാണ്. കട്ടെടുക്കുന്നവർക്ക്, അവരെ സഹായിക്കാൻ പോകുന്നവർക്ക് അത് കട്ടെടുത്തു, ഇന്ന ആളുടെ സാധനം ഇന്ന ആള് പോയി കട്ടുകൊണ്ട് കളവും പോയി എന്ന് പറയുമ്പോൾ ചിലർക്ക് സന്തോഷമാവും. മറ്റേ ശത്രുഭാവത്തിലാണെങ്കിൽ അപ്പൊ അത് നന്നായി എന്ന് പറയും. അതിനും കിട്ടും ചിട്ട. അങ്ങനെയുള്ളവര് നീചജന്മത്തിലേക്ക് പോകും. ദീക്ഷിത എന്ന് പറഞ്ഞാൽ അന്യജനങ്ങളെയും പരമാത്മാവിലെയും ദേഷിക്കുന്നവർ. അന്യജനങ്ങളെ നിന്ദിക്കുക, ആദരിക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഈശ്വര നിന്ദയാ. കാരണം എല്ലാവരുടെ ഉള്ളിലും, ശത്രുവിന്റെ ഉള്ളിൽ പോലും ഈശ്വരനാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ അവരെ കുറ്റം പറയുകയോ ഇല്ല അവരെ ആദരിക്കാതിരിക്കുകയോ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ ഒരാളെ റെസ്പെക്ട് ചെയ്താലേ നിങ്ങൾക്കും റെസ്പെക്ട് കിട്ടും. നമ്മളൊരു വഴി കിടപ്പുമ്പോൾ ഒരാള് ഇങ്ങോട്ട് ചിരിച്ചാലല്ലേ അങ്ങോട്ടും ചിരിക്കൂ. മുഖം കോട്ടി കാണിച്ചാൽ നമ്മൾ മുഖം കോട്ടി കാണിക്കും. ഇതല്ലേ നമ്മുടെ സ്വഭാവം. അപ്പൊ അതുപോലുള്ള പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെയുള്ള മനുഷ്യധാമർക്കൊക്കെ വീണ്ടും വീണ്ടും നികൃഷ്ടാവസ്ഥയിൽ തന്നെ ജനിക്കേണ്ടതായിട്ട് വരും എന്ന് താല്പര്യം. ആസുരി യോനിമാപന്ന മൂഢ ജന്മനി ജന്മനി മാം പ്രാപ്ലൈവ കൗന്ദേയ തഥോ യാതി തമാം ഗതി. കൗന്ദേയ ആസുരി യോനിം, അർജുന, ആസുരിയായിരിക്കുന്ന യോനിയെ ആപന്ന മൂഢാഹ, പ്രാപിച്ചവരായിരിക്കുന്ന മൂഢന്മാർ, ജന്മനി ജന്മനി ജന്മം തോറും, ജന്മനി ജന്മി എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ജനിക്കുക, മാം അപ്രാപ്യ ഏവ, എന്നെ പ്രാപിക്കാനാകാതെ, അതായത് ഈശ്വരപ്രാപ്തി സാധിക്കാതെ, തഥ അധമാം ഗതി യാന്തി, അതിനേക്കാളും അധമമായ ജന്മത്തിലേക്ക് അവർ പോകാനിട വരും. അല്ലയോ അർജുന, ആസുരി യോനിയെ പ്രാപിച്ച മൂഢന്മാർ ജന്മം തോറും എന്നെ പ്രാപിക്കാൻ കഴിയാതെ തന്നെ അതിലും അധമമായിരിക്കുന്ന ഗതിയെ പ്രാപിക്കുന്നു. ആസുരി പ്രകൃതികളുടെ ഈ അധോഗതി സാവരങ്ങൾ ആയിട്ട് വരെ ആകാമെന്ന് കഠോപനിഷത്തിൽ പറയും. സാവരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മരമൊക്കെ ആയിട്ട് ജനിക്കുന്നർത്ഥം. ആ നളകുബേരന്മാരുടെ കഥ മനസ്സിലായില്ലേ? ഉള്ളൂഖബന്ധനത്തില് അവര് ഗന്ധർവനായിരുന്നപ്പം നാരദ മഹർഷിയുടെ ശാപം കിട്ടിയതാ.
മരമായിട്ട് ജനിക്കേണ്ടി വന്നു. അപ്പൊ നിന്നപ്പോ ആ നിന്ന നിപ്പില് കുറച്ച് ബോധം ഉണ്ടായി. പിന്നെ അനങ്ങാൻ പറ്റില്ലല്ലോ. അഹല്യയ്ക്ക് പറ്റുമല്ലേ, പാറയായിട്ട് മാറിയില്ലേ. അഹല്യയുടെ സ്വത്തുക്കളുണ്ട്. ഇന്ദ്രൻ വേഷം മാറി വന്നു എന്നർത്ഥമുണ്ട്. ഗൗതമന്റെ ഭാര്യയ്ക്ക് അറിഞ്ഞു, അഹല്യയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നോ? അപ്പൊ ഭ്രമിച്ചു അല്ലേ. ഇന്ദ്രൻ ഗൗതമന്റെ വേഷം കെട്ടി വന്നിട്ട് അഹല്യയെ പ്രാപിച്ചു. അപ്പൊ സ്വന്തം ഭർത്താവാണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാതെ പോയി, വേഷം മാറി വന്നിട്ട്. ഇയാള് പിന്നെ അതേ വേഷത്തിൽ ചെന്നു. അപ്പൊ പിന്നെ ഭ്രമിക്കാൻ നല്ല വിഷമമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഗൗതമൻ തന്നെ തിരിച്ചു വന്നപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിയിപ്പം ഇന്ദ്രനും കൊടുത്തു ശാപം, ഒപ്പം തന്നെ ഭാര്യയ്ക്ക് കൊടുത്തു. ചെയ്ത ആളും കൂട്ടുനിന്ന ആളും ഒക്കെ പെട്ടു. എന്നിട്ടോ പാറയായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞു, സാവരമായിട്ട് മാറി. പിന്നെ ഒരു ശാപമോഷം കൊടുത്തു, അറിയാതെ ചെയ്തത് കൊണ്ട് ഒരു ശാപമോഷം കൊടുത്തു. ഇങ്ങനെ ത്രേതായുഗത്തിൽ ശ്രീരാമൻ വരും, അപ്പോൾ ആ പാദസ്പർശം ഏറ്റാൽ നിനക്ക് മോക്ഷം കിട്ടും എന്ന് പറയും. ഇങ്ങനെയൊക്കെ ജന്മങ്ങളിലേക്ക് പോകാൻ ഇടവരും. ആ ഗജേന്ദ്രനായിട്ട് ജനിച്ച ആളും ഗജേന്ദ്രമോക്ഷത്തിലെ ഗജമായിട്ട് ജനിച്ചതും പൂർവ്വജന്മത്തിൽ ഗന്ധർവനായിരുന്ന. അതുപോലെ തന്നെ മുതലായിട്ട് ജനിച്ച ആഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവനായിരുന്നു. നമ്മൾ എന്ത് ചെയ്താലും കൊടുത്തയാൾക്കും കൊണ്ടയാൾക്കും ഒക്കെ ബാധക അത് പ്രശ്നം, മനസ്സിലായില്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നേ, വാക്കുകൊണ്ട് പോലും കടപ്പെടരുത്. നമ്മളൊരാളെ നികർഷമായി വാക്കുപയോഗിച്ച് അവരെ മനസ്സ് വേദനിപ്പിച്ചാൽ അതേ വാക്ക് തിരിച്ച് കേൾക്കാതെ കടം തീരില്ല. അതിനായിട്ട് വാക്ക് ഉപയോഗിച്ചയാളും വാക്ക് കേട്ടയാളും രണ്ടുപേരും തിരിച്ചു ജനിക്കും. നികർഷമായി വാക്ക് ഉപയോഗിച്ച ആൾക്കും ഉണ്ട് ശിക്ഷ. ഉപയോഗിച്ച ആള് തിരിച്ചു കേൾക്കണ്ടേ. മറ്റേ ആളായിരിക്കും തിരിച്ച് ജനിച്ചിട്ട് അതേ വാക്ക് ഇയാളോട് പറഞ്ഞിട്ട് കടന്നു തീർക്കും. ഇത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും, അച്ഛൻ മകനോടോ മകൻ അച്ഛനോടോ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ. അപ്പൊ ശരീരം മാറി വന്നോളും, ആത്മാവ് ഒന്ന് തന്നെ ആയിരിക്കും മാത്രം. അതാണ് മൂഢ ജന്മനി ജന്മനി എന്ന് പറഞ്ഞത്. ആസുരി പ്രകൃതികളുടെ ഈ അധോഗതി സാവരങ്ങൾ വരെ ആകാമെന്ന് കഠോപനിഷത്തിൽ പറയുന്നുണ്ട്, സൂചനയുണ്ടെന്നർത്ഥം. ഇത് മാത്രമല്ല, ഇങ്ങനെ അസുരി ഭാവത്ത് ജീവിതകാലം മുഴുവൻ കഴിക്കുന്നവർക്ക് ഗതി എന്താക്കും? ത്രിവിധം നരകസേതും ദാരം നാശനമാത്മന കാമക്രോധ തഥാ ലോഭ തസ്മാൽ തത്രയം തചേത് എന്ന് വരെ ഈ കാമക്രോധ ലോഭങ്ങളെ ഉപേക്ഷിക്കുന്നില്ലയോ അന്ന് വരെ ഈ വീണ്ടും വീണ്ടും നരകത്തിൽ തന്നെ വന്ന് ജനിക്കും. ത്രിവിധം നരകസേതും എന്നാ പറയുന്നത്. ദ്വാരം നാശനാത്മന. 3 വാതിലാണ് നരകത്തിലേക്കുള്ളത്. ഒരു വാതില് കാമത്തിന്റെയും, ഒരു വാതില് ക്രോധത്തിന്റെയും, ഒരു വാതില് ലോഭത്തിന്റെയുമാണ്. ഈ വാതിലുകളാണ് ഗുരുവായൂർ 3 വാതിലുകൾ തുറന്നിട്ടുണ്ട്. എപ്പോഴും തുറന്നിരിക്കുന്ന 3 വാതിലേ ഉള്ളൂ. ഏതൊക്കെയാ അത്? ഒന്ന് ഇടത്തിരിക്കാവിന്റെ മുമ്പിൽ കൂടെ ഉള്ള ഒരു കഥ, കിഴക്കേ നട, പടിഞ്ഞാറേ നട. ഈ 3 കഥകൾ എപ്പോഴും തുറന്നിരിക്കുള്ളൂ. ഇതിനിടയ്ക്ക് ചില രഹസ്യമായ ഡോറൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാവർക്കും ഒന്നും കയറി പോകാൻ പറ്റില്ല. ഈശാന്തിക്കും മേശാന്തിക്കും ഒക്കെ പുറത്തു പോകാനുള്ള വഴിയുണ്ട് ഇതിനിടയ്ക്ക് രഹസ്യമായിട്ട്. ഈ വാതിൽ കൂടെ നിങ്ങൾ ഏത് വാതിൽ കൂടെ, സ്ഥലകാല ബോധം ഇല്ലാത്തവര് കയറുന്ന ഏത് വാതിൽ കൂടെ കയറിയെന്നറിയില്ല, തിരിച്ചറിങ്ങിപ്പോകുന്ന ഏത് കഥയിൽ കൂടെ ഇറങ്ങിയെന്നറിയില്ല. അപ്പൊ ഇങ്ങനെ ചുറ്റിത്തിരിയാനിട വരും. ഞാനൊരിക്കൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ ഈ അധ്യായം എടുത്തുകൊണ്ട് ഇരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട്, അതിൻ്റെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഹിന്ദിക്കാരൻ ഈ പ്രദക്ഷിണ വഴി കിടന്ന് ചുറ്റിത്തിരിയ. അവസാനം എൻ്റെ മുമ്പിൽ അയാൾ വന്ന് പെട്ടു. അയാൾക്ക് ഹിന്ദി അറിയുള്ളൂ, മലയാളം അറിയൂല. എനിക്ക് ദൈവാധീനം കൊണ്ട് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഇയാൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാര്യം. കുറേശ്ശെ തപ്പിത്തടഞ്ഞ് അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ പറഞ്ഞു, ആ ഹിന്ദി മേ ബാത് കരോ, മേ ഹിന്ദി ജാനതാ ഹൂം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇയാള് मंदिर के अंदर आया, दर्शन हो गया तो ठीक है, പക്ഷേ इसके बाहर हम कैसे जाए, किधर से अंदर आया था याद ही नहीं है.
इधर 3 दरवाजा दिखाई देता है, लेकिन किधर से मैं अंदर आया ये पता नहीं, अभी कैसे मैं बाहर जाऊं। तीनों से आप बाहर जाने से बाहर जा सकता है പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ മൊബൈലും ബാഗും ഒക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ക്ലോക്ക് റൂമിൽ, ഈ ക്ലോക്ക് റൂമൊക്കെ ഇതർ ഹേ പതാനേ. അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കിഴക്കേ നടത്തോടെ അകത്ത് വന്നേക്കാം. പിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് അയാളെ കിഴക്കേ നടയുടെ അവിടെ എന്താ പറയുക ഭഗവതിക്കൂടിൻ്റെ അതിലെയുള്ള കഥയിൽ കൂടെ കടത്തി വിട്ട് പറഞ്ഞു, ഓ ഉദർ സാമനെ आपका क्लॉक रूम है, आप उधर बैग उधर रखा होगा. ഓ ഇതേപോലെയാണ് 3 വാതിലേ തുറന്നിട്ടുള്ളൂ. ഗുരുവായൂരപ്പൻ അവിടെ ഈ നരകത്തിലേക്കുള്ള വഴി, ഈ 3 വാതിലിൽ കൂടെ നിങ്ങൾ പുറത്തു പോയാലും ദൃശ്യപ്രപഞ്ചമാണ്, നരകമാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ പലവിധ ചക്കറിൽ നിങ്ങൾ പെടാൻ സ്വാതന്ത്ര്യമാണല്ലോ പുറത്തേക്ക് ഇറങ്ങിയാൽ, അല്ലേ? പിന്നെ എങ്ങോട്ട് വേണേലും നിങ്ങൾക്ക് ഓടിപ്പോവാം. ഇതേപോലെയാണ് നമ്മൾ ഓരോ ജന്മത്തിലും കാമം കൂടിയിട്ട് കാമാർത്ഥിയായിട്ട് ജീവിച്ച് അതും നരകത്തിലേക്കുള്ള വഴിയാണ്. ഇച്ഛിക്കുന്ന കാര്യം സാധിക്കാവുന്ന കാമം എന്ന് പറയുന്ന ആഗ്രഹങ്ങൾ, പലവിധ ഇന്ദ്രിയ ഭോഗ സുഖങ്ങളെ പേരുള്ള ആഗ്രഹങ്ങൾ, അതിൻ്റെ പിന്നാലെ പോയിട്ട് ഒരു ജന്മം സഫലമായി പോയി, അത് കഴിഞ്ഞ് തിരിച്ച് വന്നാലും ഈ ജന്മവാസന വിടില്ല. അപ്പൊ എന്തെങ്കിലും ആഗ്രഹം സാധിക്കാതെ വന്നാൽ പിന്നെ ക്രോധം വരും. ക്രോധം വന്നാൽ പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന കൺസിക്വൻസിന്റെ ഈ ക്രോധത്തിന്റെ വാതിലിൽ കൂടെ ആയിരിക്കും പുറത്തു പോകുക. അത് നിങ്ങൾക്ക് അറിയില്ല, ഏത് വാതിലിൽ കൂടെ വന്നതെന്നും അറിയില്ല, ഏതിലേ പോയെന്നും അറിയില്ല, ഇങ്ങനെ ചുറ്റിത്തിരിയും. ഈ 3 വാതിലുകളെയും തസ്മാൽ ത്രയം തജേത് എന്ന് ഭഗവാൻ പറഞ്ഞു. ഈ 3 വാതിലുകളെയും ആര് ത്യജിക്കുന്നുവോ അവൻ എൻ്റെ അടുത്തേക്ക് വരും. നമ്മളെ വീണ്ടും വീണ്ടും ജന്മത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ 3 വഴികളാണ്. അത് നമ്മള് പരലോക നിയമം അനുസരിച്ചുകൊണ്ട് 3 മണ്ഡലങ്ങൾ പറയുന്നത് 1, 2, 3 മണ്ഡലങ്ങളുണ്ട്, നരകത്തിന്റെ മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളാണ് കാമക്രോധ ലോഭങ്ങളിലേക്കുള്ള വഴികൾ എന്ന് പറയുന്നത്. 1, 2, 3. ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് അത് കടക്കണമെങ്കിൽ 10 സബ് മണ്ഡലങ്ങൾ കടക്കണം. നമ്മള് 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ട് ജനിക്കുന്നത് ഈ 1ാമത്തെ മണ്ഡലത്തിൽ കിടക്കുമ്പോഴാണ്. അവിടെ നിന്ന് പിന്നെ അതിൽ നിന്ന് അപ്ഗ്രേഡേഷൻ കിട്ടുന്നതനുസരിച്ച് 21 ലക്ഷം പൊട്ടിമുളയ്ക്കുന്ന സസ്യലതാദികളുണ്ട്. പിന്നെ അതിൽ നിന്ന് ജീവഭാവം കിട്ടുന്ന ചെറു പ്രാണികളുണ്ട്, ബാക്ടീരിയ അടക്കമുള്ള ചെറു പ്രാണികൾ, നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന പേന്, വേർപ്പിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ, മറ്റ് ജീവികളുടെ വേർപ്പിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ, ഇതൊക്കെ 21 ലക്ഷം വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഈ ഘട്ടങ്ങളൊക്കെ കടന്നിട്ട് പ്രസവിച്ചുണ്ടാകുന്ന ജീവജാലങ്ങള്, മുട്ടയിൽ നിന്ന് വിരിയുന്നത്, ഇതൊക്കെ ഓരോ കടമ്പയാണ്. ഇത് ഈ 1ാമത്തെ മണ്ഡലത്തിൽ കിടന്നിട്ട് അതിൽ നിന്ന് അപ്ഗ്രേഡേഷൻ കിട്ടുമ്പോൾ 2ാമത്തെ മണ്ഡലത്തിലെത്തും. 2ാമത്തെ മണ്ഡലത്തിൽ നിന്ന് അപ്ഗ്രേഡേഷൻ കിട്ടുമ്പോൾ 3ാമത്തെ മണ്ഡലത്തിലെത്തും. 3ാമത്തെ മണ്ഡലത്തിൽ നിന്ന് 4ാമത്തെ മണ്ഡലത്തിലെത്തുമ്പോഴത്തേനും 84 ലക്ഷം ജീവജാലങ്ങളായിട്ട് ജനിച്ച് അപ്ഗ്രേഡേഷൻ കിട്ടി ദൈവിക സമ്പത്തും ആസുരീ സമ്പത്തും 50-50% ആയിട്ട് നിൽക്കുന്ന ഒരാത്മാവിനും മനുഷ്യജന്മം കിട്ടും. ഈ മനുഷ്യജന്മത്തിലാണ് കുറെ കാലത്തേക്ക്, അതിലും ഇനി 5ാമത്തെ മണ്ഡലത്തേക്ക് 3ൽ നിന്ന് 4ാമത്തിലേക്ക് കയറണമെങ്കിൽ 10 സബ് മണ്ഡലങ്ങൾ കടന്നിട്ടാണ് മനുഷ്യജന്മം കിട്ടുക. ആ മനുഷ്യജന്മം കിട്ടിയാലും പിന്നെ അതിൽ മനുഷ്യജന്മത്തില് തുടക്കത്തിലുള്ള അതിൽ നിന്ന് 10 മണ്ഡലങ്ങൾ കടന്നാൽ 5ാമത്തെ മണ്ഡലത്തിൽ കയറാൻ പറ്റും. ഈ 4ാമത്തെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് 10 സബ് മണ്ഡലങ്ങൾ കടക്കുന്ന കൂട്ടത്തിലാണ് നമുക്ക് കുറേശ്ശെ ഭക്തി വരിക. പിന്നെ നമ്മളെ ഈ 3 മണ്ഡലങ്ങളും കടത്തി വിടുന്ന ഏതോ ഒരു ശക്തി നമ്മുടെ ഉള്ളിലും പുറത്തു കൊണ്ടെന്നുള്ള ഒരു ബോധം ഉണ്ടാകുന്നത് 4ാമത്തെ മണ്ഡലത്തിലും ഉണ്ടാകും. 5ാമത്തെ മണ്ഡലത്തിലും 6ാമത്തെ മണ്ഡലത്തിലും നമുക്ക് സപ്പോർട്ടീവ്സിനെ കിട്ടും, ഗുരുക്കന്മാരെ കിട്ടും. 4ൽ കിട്ടില്ല. 4 വരെ, 4ൽ നിന്ന് 5ൽ എത്തുന്നവരെ ആരും സപ്പോർട്ട് ചെയ്യില്ല, സ്വയം എത്തിക്കൊള്ളണം ഭക്തി മാർഗത്തിലേക്ക്. ഈശ്വരനെ സ്വയം തന്നിലുള്ളതിനെ പോഷിപ്പിച്ച് കുറേശ്ശെ അനുഭവത്തിലൂടെ നമ്മൾ ഈശ്വരന്റെ ഭക്തി ദൈവാധീനം എന്ന് പറയുന്ന ആ സംഗതി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്
ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവിക ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യം വന്നിട്ടാണ് നമ്മൾ കുറേശ്ശെ ഭക്തിയിലേക്ക് വരിക. അത് വന്ന് ഈ 10 മണ്ഡലങ്ങൾ കടന്നു കഴിയുമ്പോഴത്തെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് 5ാമത്തെ മണ്ഡലത്തിൽ കയറും. 5ാമത്തെ മണ്ഡലത്തിൽ കയറിയാൽ 5ാമത്തെ മണ്ഡലത്തിലും 6ാമത്തെ മണ്ഡലത്തിലും സദ്ഗുരുക്കന്മാരെ കിട്ടും. പ്രകൃതി തന്നെ നിങ്ങൾക്ക് ഒരുക്കി തരും ഗുരുക്കന്മാരെ. ഒരു ചുവട് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വെച്ചാൽ 4 ചുവട് ഗുരുവായൂരപ്പൻ കൈപിടിച്ച് നടത്തിക്കുക. ആ കൈപിടിച്ച് നടത്തിക്കാൻ നിയോഗിക്കപ്പെട്ടവരായിരിക്കും. ഗുരുവായൂരപ്പൻ തന്നെ വരിക. ആരെങ്കിലുമൊക്കെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യാൻ വരിക. നിങ്ങൾക്ക് മാർഗദർശനം. അത് ഉപരിമണ്ഡലത്തിലും സൂക്ഷ്മ ശരീരമായിട്ടിരിക്കുമ്പോഴും കിട്ടും. താഴെ വന്ന് ഭൂമി വന്ന് ജനിച്ചാലും ഗൈഡൻസ് കിട്ടും. അവരുടെ എപ്പോഴും ദൃഷ്ടി ഉണ്ടാവും. അത് 5ഉം 6ഉം മണ്ഡലത്തിലേ ഉണ്ടാവുള്ളൂ. 5ലെത്തുന്നത് വരെ സ്വയം എത്തണം. അതാണ് ഈ 3 വാതിലുകളെ കടക്കണം എന്ന് ഭഗവാൻ പറഞ്ഞത്. 1, 2, 3 മണ്ഡലങ്ങളും ഈ കാമക്രോധ ലോഭങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ മണ്ഡലങ്ങളുടെ. ആ 3നെയും ത്യജിക്കണം. തസ്മാൽ ത്രയം ത്യജേത്. 5ലും 6ലും 5ാമത്തെ മണ്ഡലത്തിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാൻ തുടങ്ങുമ്പോൾ പിന്നെ താഴേക്ക് പതിക്കാതിരിക്കാൻ ഈ ഗുരുക്കന്മാർ ശ്രദ്ധിക്കും നമ്മളെ. പക്ഷെ എന്നാലും ചിലപ്പോൾ പോയി വീഴും. എന്നാലും വേണ്ടില്ല, അവരെ തിരിച്ചു കൊണ്ടുവരും. ഇവരുടെ ദൃഷ്ടി എപ്പോഴും ഉണ്ടായിരിക്കും. അത് ഈശ്വരന്റെ നിയോഗിക്കപ്പെട്ട മഹാത്മാക്കളായിരിക്കും ആ ഗൈഡൻസ് തരിക. നമ്മൾ ഇടയ്ക്ക് തെറ്റിപ്പോവും. ഈ പറയുന്ന വിവേകം നഷ്ടപ്പെട്ടിട്ട് പിന്നെയും പോയിട്ട് എന്തെങ്കിലും പെടും. പക്ഷെ തിരിച്ച് അവർ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും. 5ലും 6ലും ഒക്കെ എപ്പോഴും സപ്പോർട്ടീവ്സ് ഉണ്ടാവും. നമ്മളെ ദൃഷ്ടി ഉണ്ടാവും. നമ്മളെ ശരീരം, ഏത് ശരീരം എടുത്താലും തിരിച്ച് ചെല്ലുന്നത് നമ്മൾ സൂക്ഷ്മ പരലോകത്തിൽ എത്തുന്ന കാത്തിരിക്കുന്ന സദ്ധാത്മാക്കളുടെ ലീഡേഴ്സ് ഉണ്ടാകും. അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയിട്ട് ജനിക്കേണ്ടി വരും, ഇന്ന കർമ്മം ശുദ്ധീകരിക്കാൻ എന്നൊക്കെ പറയും. അതനുസരിച്ച് ഗൈഡൻസ് വെച്ചുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഭൂമിയിൽ ജനിക്കാനും നമ്മുടെ ഇച്ഛ സ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട്, നമ്മുടെ ഇച്ഛ അനുസരിച്ചുള്ള ജന്മങ്ങൾക്കൊക്കെ കാരണമായി വരിക. ഇനി 5ഉം 6ഉം മണ്ഡലം ക്രോസ് ചെയ്താലോ, അതും കൂടെ ത്യജിച്ചാൽ, അതിനെയും കൂടെ ക്രോസ് ചെയ്താൽ 7ാമത്തെ മണ്ഡലത്തിൽ എത്തിക്കിട്ടിയാൽ പിന്നെ 100% ഈശ്വരൻ നേരിട്ടായിരിക്കും നിങ്ങളെ ഗൈഡൻസ്. അവിടെ ചെന്നിട്ടും അത് പതിക്കും. പക്ഷെ അവിടെ ഗൈഡൻസ് നേരിട്ട് നമുക്ക് കിട്ടും. ഈശ്വരൻ തന്നെ 7ാമത്തെ മണ്ഡലത്തിൽ സപ്പോർട്ട് ചെയ്യും. അവിടെ ഗുരുക്കന്മാരെ തത്വദർശികളെയൊന്നും അല്ല നിയോഗിക്കാം. ഭഗവാൻ തന്നെ നേരിട്ട് വരുന്നത്. ഇതാണ് ജയവിജയന്മാർക്കൊക്കെ ഭഗവാൻ പറഞ്ഞത്, നിങ്ങൾ ശാപം കിട്ടിപ്പോയി അനുഭവിച്ചോളൂ, പക്ഷെ നിങ്ങൾക്ക് മോക്ഷം തരാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ അവതാരം എടുത്തു വരുന്നു പറഞ്ഞത് ഈ 7ാമത്തെ മണ്ഡലത്തിലാണ്. ഈ ജയവിജയന്മാർ മോശക്കാരൊന്നുമില്ല. അവരെത്രയോ ജന്മങ്ങളെ സുഹൃത്തം കൊണ്ടാണ് ഭഗവാന്റെ കാവൽക്കാരായിട്ട് നിൽക്കാനൊക്കെ യോഗ്യം കിട്ടി. ഒരു ജന്മത്തിലെ അച്ചീവ്മെന്റ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് അവര് ചെയ്യാൻ പാടില്ലാത്ത ഈ നമുക്ക് ഏത് സ്ഥാനം കിട്ടിയാലും ഏത് മണ്ഡലത്തിലെത്തിയാലും ഓരോ മണ്ഡലം കടക്കുമ്പോഴും മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ, ഊർധമൂലത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ഈ പറയുന്ന അഹങ്കാരം, ദർപ്പം, ബലം ഇതൊക്കെ പ്രകടമാകും. ഈ ആസുരി സമ്പത്തും വിടില്ല നമ്മളെ. നിഴല് പോലെ കരിനിഴലായിട്ട് കൂടെ ഉണ്ടാവും ഏത് ജന്മത്തിലും. ഇന്ദ്രന് വരെ ഉണ്ടല്ലോ, ദേവഗണങ്ങൾക്ക് വരെ ഉണ്ട്. മനസ്സിലായില്ലേ? ആസുരി ഭാവം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒപ്പാണ് കൊടുത്തേക്കണത്. ഇത് എന്ത് അപ്ഗ്രേഡ് ചെയ്യുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് ജന്മം കിട്ടും. ഇതിനിടയ്ക്ക് മറ്റ് ജന്മവാസന ചിലപ്പോൾ കയറി പിടിക്കും. അപ്പം യഥാർത്ഥ ജ്ഞാനം നഷ്ടപ്പെടും, വിവേകം നഷ്ടപ്പെടും, അനുഭവജ്ഞാനം ഉണ്ടെങ്കിലും നഷ്ടപ്പെടും. അതാണ് വിവേകം നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സാധാരണ അജ്ഞത കൊണ്ട് നമ്മൾ അറിയാതെ ചെയ്തു എന്ന് വെച്ചോളൂ. പക്ഷെ അനുഭവജ്ഞാനം ഉണ്ടായാലും ഈ പറയുന്ന ചക്കറിപ്പെട്ട ചിലപ്പം അനുഭവജ്ഞാനം വരെ മറന്നു. നമുക്ക് കുഴപ്പമില്ല, ഒരാളുടെ അടുത്ത് നിന്ന് തല്ലി മേടിക്കാനുള്ള മേടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് മറക്കൂലോ. മനസ്സിലായില്ലേ? ഒരു പരിക്ക് പറ്റിയാലും മറക്കൂലോ. ആ മുറിവൊക്കെ കൂടുന്നവരെ ഭയങ്കര ഓർമ്മയായിരിക്കും അനുഭവം. അത് കഴിയുമ്പോൾ അവിടെ മുറിഞ്ഞ സ്ഥലമാണെന്ന് പോലും ഓർക്കില്ല ചിലപ്പോൾ, അല്ലേ? ഇങ്ങനെ അനുഭവത്തെ മറക്കുക, നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അനുഭവജ്ഞാനത്തെ മറക്കുന്നതാണ് വിവേകം നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ അനുജന്മങ്ങളും മറന്നുപോകും. മനസ്സിലായില്ലേ?
അനേക ജന്മങ്ങളിൽ കിട്ടിയിരിക്കുന്ന അനുഭവങ്ങളും നഷ്ടപ്പെടും. ചിലപ്പോൾ ഓർമ്മ കിട്ടില്ലല്ലോ. ഈ ജന്മത്തെ കാര്യങ്ങൾ തന്നെ ഓർക്കില്ല എന്ന് മാത്രമല്ല, പൂർവ്വജന്മം ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നുള്ളത് ആർക്കും പറഞ്ഞാൽ സമ്മതിക്കും? സാധാരണ ഇത് ആരും സമ്മതിക്കില്ല. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ എനിക്കിതൊക്കെ വന്നതെന്ന് ചോദിക്കൂല അവസാനം. ഈ പാപം ഈ ജന്മം ചെയ്തതല്ലേ, പഴയതാ. അതാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത് തന്നെ അവിദ്യയാണ്. ആ അവിദ്യ കൊണ്ട് അവിദ്യാദി ദോഷങ്ങളെ ഉണ്ടാക്കും, പഞ്ചവിധ ക്ലേശങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ത്രിവിധം നരകസേതും ദ്വാരം നാശനമാത്മന കാമക്രോശ തഥാ ലോപ തസ്മാൽ തത്രയം തജേത്. കാമക്രോധ തഥാ ലോഭ, കാമം ക്രോധം അപ്രകാരം ലോഭം. ഇതം നരകസ്യ ത്രിവിധം ദ്വാരം. ഇങ്ങനെ നരകത്തിന്റെ 3 വിധമായിരിക്കുന്ന വാതിലുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ആത്മനാ നാശനം, ആത്മാവിന് നാശഹേതുവാകുന്നതും ആ 3 വാതിലുകളാണ്. തസ്മാൽ ഏതത്രയം, അതുകൊണ്ട് ഈ 3നെയും തെജേത്, ഉപേക്ഷിക്കണം. കാമം ക്രോധം ലോഭം എന്നിങ്ങനെ നരകത്തിലേക്കുള്ള 3 വാതിലുകളുണ്ട്. ഇവ ആത്മനാശകങ്ങളാണ്. അതിനാൽ ഈ 3നെയും ഉപേക്ഷിക്കേണ്ടതാണ്. കാമക്രോധ ലോഭങ്ങളെ നരകത്തിന്റെ വാതിലുകളായി വിശേഷിപ്പിച്ചത് അർത്ഥവത്താണ്. ഇവയിൽ ഏത് വാതിലൂടെ പോയാലും ചെന്നെത്തുന്നത് അനർത്ഥത്തിലും നാശത്തിലുമായിരിക്കും. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, അടങ്ങാത്ത ആഗ്രഹങ്ങൾ, അതിനെയാണ് കാമം എന്ന് പറയുന്നത്. ക്രോധം എന്ന് പറഞ്ഞാൽ ഇച്ഛ സാധിക്കാതെ വന്നാൽ ഉണ്ടാകുന്ന ദേഷ്യത്തെയാണ് ക്രോധം എന്ന് പറയുന്നത്. പിന്നെ ലോഭം എന്ന് പറഞ്ഞാലോ, എത്ര കിട്ടിയാലും മതി വരാത്ത അവസ്ഥ. ഒരിക്കലും ആഗ്രഹങ്ങൾ കിട്ടിയാലും, എന്തെങ്കിലും കിട്ടിയാൽ ആഗ്രഹം തോന്നി അത് കിട്ടിയാൽ അതിൽ സന്തോഷിച്ച് അതുകൊണ്ട് മതിയെന്ന് തോന്നുന്നത്, തൃപ്തരായിട്ടിരിക്കും, ഇല്ല വീണ്ടും വേണം തോന്നും. അപ്പോൾ ക്രോധത്തിലേക്ക് അത് പിന്നെ പ്രവർത്തിക്കുമ്പോൾ ഈ പറയുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇതിനെ 3നെയും ത്യജിക്കണം. ഇല്ലെങ്കിൽ സർവനാശത്തിലേക്കും അനർത്ഥത്തിലേക്കും പോയി വീഴും. പലരും പോയി വീഴുന്നത്, തീർത്താത്തീരാത്ത പ്രശ്നങ്ങളിലേക്ക് പോയി വീഴുന്നത് ഈ 3 കാരണങ്ങളെ കൊണ്ടായിരിക്കും. ഇതാണ് ഏറ്റവും വലിയ നരകം. 1, 2, 3 മണ്ഡലങ്ങൾ. ഈ ഈ ഒരു അവസ്ഥയിൽ പോകുന്നവരവിടെ പോയി വീഴുക എന്നർത്ഥം. 5 6ലേക്ക് എത്തിയാൽ നമുക്ക് ഗൈഡൻസ് കിട്ടുന്നതുകൊണ്ട് വീണ്ടും താഴേക്ക് പതിക്കൽ വളരെ കുറവായിരിക്കും, അപൂർവം. അഥവാ എങ്ങാനും ഏതെങ്കിലും ജന്മത്തിൽ പോയി പതിച്ചാലും ഈ സദാത്മാക്കളുടെ ദൃഷ്ടി ഉണ്ടാവും. അവർ നമ്മളെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് അദൃശ്യ രൂപത്തിലായിരിക്കാം എന്ന് മാത്രം. നമുക്ക് ചില സമയത്തൊക്കെ തോന്നാറില്ലേ, ചിലതൊക്കെ ഒരു മഹാഭാഗ്യം, ഇന്നയാളെ കണ്ടത്, ഇല്ല ഇന്ന സ്ഥലത്ത് പോയത് എന്നൊക്കെ തോന്നുന്നത് എങ്ങനെയുള്ള അപൂർവമായിട്ട് കിട്ടുന്ന ഗൈഡൻസ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയുള്ള ഗുരുക്കന്മാരെയും തത്വദർശികളായിട്ടുള്ളവരിൽ നിന്നൊക്കെ എത്തിപ്പെടാനും അവരിൽ നിന്ന് മാർഗദർശനം കിട്ടാനും ഇടവരുന്നത്. അതും പൂർവജന്മ സുഹൃതമാണെന്ന്. കാമക്രോധ ലോഭങ്ങളെ നരകത്തിന്റെ വാതിലുകളായിട്ട് വിശേഷിപ്പിച്ചത് അർത്ഥവത്താണ്. ഇവയിൽ ഏത് വാതിലൂടെ പോയാലും ചെന്നെത്തുന്നത് അനർത്ഥത്തിലും നാശത്തിലുമായിരിക്കും. അതുകൊണ്ട് ഏതേരി വിമുക്ത കൗന്ദേയ തമോധാര ശ്രീബിർനര ആചരത്യാത്മനശ്രേയ തതോ യാതി പരാംഗതി. കൗന്ദേയ ഏതൈർ ത്രിഭി, അർജുന, ഈ 3 തമോദ്വാരൈ വിമുക്ത, നരകവാതിലുകളിൽ നിന്ന് മുക്തനായിരിക്കുന്ന നര മനുഷ്യൻ ആത്മനശ്രേയ ആചരതി, ആത്മശ്രേയസ്സിനെ ആചരിക്കുന്നു. തഥ പരാംഗതി, പരാംഗതിയും യാതി, അതിനാൽ പരമഗതിയെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ 10 മണ്ഡലങ്ങളിലും കടന്ന്, അല്ല, ഈ ഓരോ മണ്ഡലങ്ങളും കടന്ന് പൂർവജന്മത്തിൽ 7ാമത്തെ മണ്ഡലത്തിലെത്തിയ ആളാ. ഈശ്വരൻ നേരിട്ട് ഇപ്പൊ ഗൈഡൻസ് തരുന്നത് അതുകൊണ്ടാണ്. മറ്റാരെയും വിശ്വസിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്, ബന്ധുക്കളെ വരെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇനി പൂർവ്വജന്മത്തിൽ എനിക്ക് പറ്റിയ പോലെ ഇനി പറ്റരുതെന്ന് ഒരു അയ്യപ്പൻ തുടക്കം മുതലേ എനിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്.
എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുന്നു എന്ന് കണ്ട അപ്പം ഭഗവാൻ ഗൈഡൻസ് തരുന്നുണ്ട്. നീ പോയി പഴയ പോലെ പോയി വിടണ്ട, ആരും കൂട്ടൊന്നും വേണ്ട, മരുഭൂമിയുടെ ഒറ്റയ്ക്കാ സഞ്ചരിക്കും. ഇതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ നേരിട്ട്, ഇനി അബദ്ധം പറ്റാതിരിക്കാൻ ഭഗവാൻ നേരിട്ട് ഇടപെടുന്നുണ്ടെന്നർത്ഥം എൻ്റെ ഓരോ ചലനത്തിലും. അതുകൊണ്ട് എത്ര ധൈര്യമായിട്ട് പലരും ചോദിക്കും എന്നോട്, എങ്ങനെ ഈ ഡിസിഷൻ മേക്കിങ്സിലൊക്കെ ഇത്ര സ്റ്റേബിളായിട്ട്. അപ്പം ബുദ്ധി തീരുമാനം എടുക്കുക, മനസ്സുകൊണ്ട് തീരുമാനം. മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ട് തീരുമാനം എടുത്താൽ അത് മനസ്സുകൊണ്ടായിരിക്കും നമ്മുടെ. അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും നിങ്ങൾ സെൽഫ് ഡിസിഷനെ എടുക്കാവുള്ളൂ. മറ്റുള്ളവർ പറയണൊക്കെ കേട്ടോളൂ, പക്ഷെ അത് വിവേചന ശക്തിയുണ്ട്. ഗുണവും ദോഷം, നമുക്ക് എന്താണ് ഗുണം എന്താണ് ദോഷം എന്ന് ശരിക്ക് തിരിച്ചറിയുന്ന ബുദ്ധി, മേധാബുദ്ധി പ്രവർത്തിക്കണം. അതാണ് കൃതകൃത്യശ ഭാരത എന്ന് ഭഗവാൻ പറഞ്ഞത്. ഇതി ഗുഹ്യതമ ശാസ്ത്രം ഇതമുക്തം മയാനഖ ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ ഭാരത. മേധാബുദ്ധി കൃത്യമായിട്ട് പ്രവർത്തിച്ചാലേ നമുക്ക് ഡിസിഷൻ മേക്കിങ് സാധിക്കും. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സുകൊണ്ട് തീരുമാനമെടുത്താൽ അതൊക്കെ വികലമാണ്. ചിലപ്പോൾ 50% ഒക്കെ സക്സസ് ആയിരുന്നിരിക്കും, പക്ഷെ പൂർണ്ണതയിൽ വരില്ല ഒരിക്കലും. അതിലെന്തെങ്കിലുമൊക്കെ ബാക്കി വരും. മനസ്സുകൊണ്ട് തീരുമാനമെടുത്താൽ ഉറപ്പാണ് ചഞ്ചലാവസ്ഥയിൽ ഇപ്പോൾ തീരുമാനം. മനസ്സിന് തീരുമാനം എടുക്കാൻ സാധ്യമല്ല. തീരുമാനമെടുക്കുന്ന ബുദ്ധിയാണ്. മനസ്സ് ചഞ്ചലമാണെങ്കിൽ ബുദ്ധിയും ചഞ്ചലമാണ്. അപ്പോൾ ഡിസിഷൻ മേക്ക് ചെയ്താലും ബുദ്ധി അതിൽ ഇടപെട്ട് തീരുമാനം എടുത്താലും അതിലും ഉറപ്പില്ലാതെ വരും. അതാണ് ഈ വ്യാപരിക്കുന്ന ബുദ്ധി കർമ്മയോഗത്തിന് പറ്റിയതല്ല എന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ കാര്യം. മനസ്സിന്റെ വ്യാപാരം ബുദ്ധിയും ബാധിക്കും. ബുദ്ധി ചഞ്ചലമായ എന്താ കുഴപ്പം? നമുക്ക് യഥാർത്ഥത്തിൽ ഓർമ്മ കിട്ടില്ല, അറിവ് കിട്ടില്ല. ആത്മാവിൽ നിന്നാണ്, ചിത്തശക്തിയിൽ നിന്നാണ് അറിവും ഓർമ്മയും മറവിയും ഉണ്ടാകുന്നത്. ആത്മശക്തിയിൽ നിന്നാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. സർവസ്യ രാഗം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനം ആപോഖനം ച വേദൈശ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത്തേവ വിധേവചാഹം എന്ന് പറഞ്ഞത് എപ്പോഴും ഓർത്തിരിക്കണം. നമുക്ക് എന്തെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ, അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ, മറവി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചിത്തശക്തിയാണ് ഇതുണ്ടാക്കി തരുന്നത്. അത് ഭഗവാൻ തന്നെയാണ് നമ്മുടെ ജീവനായിട്ട്, പരമാത്മാവ് തന്നെയാണ് ആത്മാവായിട്ട്, ജീവാത്മാവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വർത്തിക്കുന്നത്. അതാണ് നമുക്ക് ഓർമ്മയും മറവിയും അറിവും ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് വേദാന്ത കർത്താവും വേദവും ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറഞ്ഞത് എപ്പോഴും ഓർത്തിരിക്കണം. അതുകൊണ്ട് അത് എപ്പോൾ നഷ്ടപ്പെട്ടോ, അതുകൊണ്ട് ഏതൊരു വിമുക്ത കൗന്ദയ തമോധാര്യ ശ്രീബിർനര ആചരത്യാത്മന ശ്രേയോ തതോ യാതി പരാംഗതി. നരകവാതിലുകളായിരിക്കുന്ന കാമം, ക്രോധം, ലോഭ ഇവയിൽ നിന്ന് മോചനം നേടുന്ന മനുഷ്യൻ ആത്മശ്രേയസ്സിനുള്ള കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്യും. അതിനാൽ അവൻ പരമഗതിയെ പ്രാപിക്കുകയും ചെയ്യുന്നതാണ്. കാമക്രോധ ലോഭങ്ങളെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ആത്മശ്രേയസ്സിനുള്ള വേണ്ടിയുള്ള യത്നങ്ങളുടെ പ്രതിബന്ധങ്ങൾ നീങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് തടസ്സം ഈ പറയുന്ന കാമക്രോധ ലോഭങ്ങളെ എന്തെങ്കിലും നിങ്ങളെ കൊളുത്തിപ്പിടിച്ചിട്ടുണ്ടാവും എന്നർത്ഥം. അപ്പം അത് കാമം കൊണ്ടായാലും ക്രോധം കൊണ്ടായാലും ലോഭം കൊണ്ടായാലും ഇതിലെന്തെങ്കിലും വാസനാബലം കിടക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് ഈശ്വരപ്രാപ്തിക്ക് പ്രതിബന്ധമായിട്ട് വരും. അതുകൊണ്ട് അതിനെ ത്യജിക്കണം. അതിന് ത്യജിക്കാൻ എന്താ മാർഗം? എന്താണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അത് സാധിച്ചോളന്നർത്ഥം. സാധിച്ചിട്ട് അതിനെ ഉപേക്ഷിക്കണം. ഇല്ലെങ്കിൽ അത് പിന്നാലെ വിടുന്ന ജന്മവാസന. ഇനി അതിനെ ഉപേക്ഷിക്കാനില്ലേ, അതിനെ ത്യജിക്കാൻ എന്താ വേണം? ത്യജിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? അതിനെ ത്യജിച്ചില്ലെങ്കിൽ എന്താ? കാമക്രോധ ലോഭങ്ങളെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആത്മശ്രേയസ്സിന് വേണ്ടിയുള്ള യജ്ഞങ്ങളുടെ പ്രതിബന്ധങ്ങൾ നീങ്ങുള്ളൂ എന്ന് പറയാം. അതിന് ശാസ്ത്രവിധി മുസിച്ച വർത്തതേ കാമകാരത നാസാം സിദ്ധിമാപ്നോതി നാ സുഖം പരാഗതി. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രവിധി മാനിക്കാതിരിക്കും. അതാ കുഴപ്പം. ആസുരി ഭാവത്തിന്റെ ഏറ്റവും വലിയ അവിദ്യാദി ദോഷം എന്ന് പറയുന്നത് ശാസ്ത്രത്തെ അനുസരിക്കില്ല, അനുകരിക്കും. അനുകരിച്ചാൽ ഈ പറയുന്ന കോൺസിക്വൻസീസ് ഉണ്ടാവും. അനുസരിക്കണമെങ്കിൽ ശാസ്ത്രം ശരിക്കും മനസ്സിലാക്കണം.
അതാണ് ശാസ്ത്രവിധി മുത്സിച്ച വർത്തത്തെ കാമകാരത നാസി സിദ്ധിമാപ്നോതി നാ സുഖം ന പരാങ്കതി. യാ ശാസ്ത്രവിധിയും ഉത്സിച്ച, യാതൊരുവൻ ശാസ്ത്രവിധിയെ ഉപേക്ഷിച്ചിട്ട് കാമകാരത വർത്തത്തെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നുവോ, സാ സിദ്ധിം ന അവാപ്നോതി, അവൻ സിദ്ധിയെ പ്രാപിക്കുന്നതല്ല. നാ സുഖം ന പരാങ്കതി, അവന് സുഖത്തെയും പരമഗതിയും പ്രാപിക്കാൻ സാധ്യമല്ല. യാതൊരുവൻ ശാസ്ത്രവിധി മാനിക്കാതെ തന്നിഷ്ടം പോലെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നുവോ, അവൻ വിജയം പ്രാപിക്കുന്നതല്ല. സുഖമോ പരമഗതിയോ അവന് ലഭിക്കുന്നതുമല്ല. തൽക്കാല സുഖമോ ആത്യന്തികമായിട്ടുള്ള മോക്ഷമോ അവന് ലഭിക്കില്ല എന്ന് സാരം. ശാസ്ത്രം മനസ്സിലാക്കിയാൽ പോലും അതിനെ തന്നിഷ്ടത്തിന് ഉപയോഗിക്കുന്ന സ്വഭാവമുണ്ട് ചിലർക്ക്. ഇങ്ങനെയൊക്കെ മതി, ഇത്രയൊക്കെ മതി എന്ന് സ്വയം കൂടെ തീരുമാനിക്കും. ഈ ശാസ്ത്രം എവിടുന്ന ഉണ്ടായേ? അതല്ലേ ഭഗവാൻ പറഞ്ഞത്, ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇതമുക്തം മയാനഘ. ഏതദ്ബുദ്ധ്യാം, മയാനഘൻ എന്ന് പറഞ്ഞാൽ എന്താ? അഖമില്ലാത്തവൻ. അഖം എന്ന് പറഞ്ഞാൽ പാപം. പാപരാഹിത്യം വന്നവർക്കേ ശാസ്ത്രം ശരിക്ക് രാസത്തിന്റെ രഹസ്യം, ഗൂഢരഹസ്യം മനസ്സിലാക്കാൻ സാധിക്കും. ആ ഗൂഢരഹസ്യം മനസ്സിലാക്കിയാൽ മാത്രമേ അവൻ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനായിത്തീരും. അവൻ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനാകാന്ന് പറഞ്ഞാൽ എന്താ? അവനിൽ മേധാബുദ്ധി പ്രവർത്തിക്കും, സൂര്യബുദ്ധി പ്രവർത്തിക്കും. മേധാബുദ്ധിയാണ് സൂര്യബുദ്ധി. പിന്നെ ഗുണദോഷങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശാസ്ത്രവിധി എന്താണെന്ന് തെറ്റിച്ച എന്താ കുഴപ്പമൊന്നും മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഓരോ ചുവടും വയ്ക്കും. ചിലർ ശാസ്ത്രം പഠിച്ചാലും വേണ്ടില്ല, ശാസ്ത്രവിധിയെ മാനിക്കില്ല. ഇതിങ്ങനെയൊക്കെ മതി. ജ്യോതിഷം ശാസ്ത്രമാണ്. ജ്യോതിഷം ശാസ്ത്രമാണ്. ജ്യോതിഷികൾ പോലും ചിലപ്പം ഈ ശാസ്ത്രത്തെ മാനിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരായിരിക്കും ഒരു പ്രശ്നം വയ്ക്കാൻ വന്നാൽ അവരായിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ജ്യോതിഷികളെ ഞാൻ കണ്ടാൽ മനസ്സിലാക്കും, അവിടെ ശരിക്കിട്ട് ചക്രസാധം വലിപ്പിക്കും. ഞാൻ ഈ ശാസ്ത്രം പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് തടി തപ്പാൻ പറ്റില്ല. കാര്യകാരണ സഹിതം പറഞ്ഞിട്ട് അവിടെ വരച്ച വരൽ നിർത്തും. മനസ്സിലായി? അപ്പോൾ അവർ പറയും ഗീതാശാസ്ത്രം ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ ഗീതാശാസ്ത്രം പഠിക്കാത്തതുകൊണ്ടാണ് പ്രശ്നം. 16-ാം അധ്യായം ശരിക്കും പഠിക്കാൻ പറയും. പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം 16 ഈ ആസുരി സമ്പത്തും ദൈവിക സമ്പത്തിൻ്റെയും ഗുണദോഷങ്ങളാണ് 16-ാം അധ്യായം പറയണത്. അത് ശരിക്കും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ശ്രദ്ധാത്രയം വേണം. 17-ാം അധ്യായത്തിൽ അതിൻ്റെ പരിഹാരം പറയണം. നിങ്ങൾ ഇത് രണ്ടും പഠിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന ശാസ്ത്രം ശരിക്കും ജ്യോതിഷ ശാസ്ത്രത്തെ പോലും ശരിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഭഗവാൻ പറഞ്ഞ ശാസ്ത്രം നിങ്ങൾ പഠിക്കണം എന്ന് വേണം. നിങ്ങളോട് ആരാ പറഞ്ഞ ഇത് ഉപയോഗിക്കരുതെന്ന്? ലോകത്ത് നടക്കുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം ഈ 16-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ആസുരി സമ്പത്തിന്റെ പോഷിപ്പാണ്. അതൊരു വ്യക്തിയിലായിക്കോട്ടെ, ഗുരുവായൂർ ക്ഷേത്രത്തിലായിക്കോട്ടെ, ഒരാളെ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞാലും അതിന് കാരണം അവിടെ ആസുരി സമ്പത്ത്. 25% ധർമ്മം കലിയുഗത്തിലുള്ളൂ. ആ 25% തൊട്ട് കളിക്കാൻ ശ്രമിച്ചാൽ അവിടെ ആസുരി ഭാവം പ്രകടമാണ്. ഭഗവാൻ നേരിട്ട് വന്നിട്ടല്ല അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക. ഡിസ്റ്റർബ് ആൻഡ് ഡിസ്ട്രോയ് എന്ന വ്യവസ്ഥിതി. ഈ ആന എങ്ങനെ ഈ ആൾക്കൂട്ടത്തിനിടയെന്ന് ശരിക്കും അവൻ കൊല്ലേണ്ട ആളെ തെരഞ്ഞു പിടിച്ചിട്ട് എടുത്തിട്ട് കുത്തിക്കൊല്ലണം. ഒരു കാര്യം സംഭവിച്ച കാര്യമാണ്. എങ്ങനെ സാധിക്കാതെ? ഇവിടെയാണ് ശാസ്ത്രവിധി മാനിക്കാതെ 25% ധർമ്മമേ കലിയുഗത്തിൽ നടക്കൂ, ബാക്കി 75% അധർമ്മം അത്രൈസ്ഡാണ്, നിങ്ങൾ അത് ചെയ്തോളൂ. പക്ഷെ 25% തൊട്ട് കളിച്ച ഡിസ്റ്റർബ് ആൻഡ് ഡിസ്ട്രോയ്.
അതാണ് സംഭവാമി യുഗേ പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നത്. അതൊരു ജീവിയെ കൊണ്ട് ചെയ്യിപ്പിക്കും ഭഗവാൻ. ചിലപ്പോൾ ഭൂമി കുലുങ്ങിയിട്ടുണ്ടാകും, കാറ്റടിച്ചിട്ടുണ്ടാകും. പഞ്ചഭൂതങ്ങളെ കൊണ്ടൊക്കെ പഞ്ചഭൂതങ്ങളെ ഇളക്കി വിടും. എല്ലാത്തിനും ഇളക്കം. ചിലപ്പോൾ ഒന്നിനെ മാത്രമൊന്നുമല്ല. കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രകൃതിയെ കൊണ്ടായിരിക്കും, ഡിസ്റ്റർബ് ആൻഡ് ഡിസ്ട്രോയ്. അല്ലാതെ കാരണം ഇനി ഒരു അവതാരം എടുത്തുകൊണ്ട് വരാൻ സമയമില്ല. കാരണം അനേക വംശന്മാരാ, അനേക രാവണന്മാരാ. എത്ര അവതാരം എടുത്തു വരും ഭഗവാൻ? അപ്പൊ പഞ്ചഭൂതങ്ങളെ അളക്കും. അതാ ഇപ്പൊ നടക്കണത്. കലിയുഗത്തിന്റെ എൻഡില് ഇതൊക്കെ തന്നെയാ സംഭവിക്കാം. മഹാപ്രളയത്തിൽ എല്ലാത്തിനെയും കൂടെ ഒന്നിച്ചു മുക്കിക്കൊള്ളും. കാരണം ഈ ധർമ്മം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ധർമ്മപാലകരെന്ന് പറഞ്ഞുകൊണ്ട് നിയമപാലകര് നിയമം ഉണ്ടാക്കിയിട്ട് ആ നിയമം തെറ്റിക്കുന്നത് ഈ പാലിക്കേണ്ടവർ തന്നെയായിരിക്കും. ഇത് കലിയുഗത്തിന്റെ ഏറ്റവും വലിയ അപചയമാണ്. ഒരു കള്ളനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കും. മനസ്സിലായില്ലേ? ഒരു സ്ത്രീയെ പീഡിപ്പിച്ച ആള് എങ്ങനെ ജയിലിൽ ചാടിപ്പോയത്? ഓൺ ദി സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലണം. ഇങ്ങനെയുള്ളവനൊക്കെ വച്ചക്കരുത്. കോടതിയിലൊക്കെ പോയാൽ അവനൊക്കെ രക്ഷപ്പെട്ടു വരും. അതാണ് ദണ്ഡനീതി അത്തരത്തിലൊക്കെ ആകണം. കക്കുന്നവരുടെ കൈ മുറിക്കണം എന്ന് ഞാൻ പറയണം. അതേ രീതിയിൽ ഇവിടെ നിയമം പാലിക്കപ്പെടണം. തെറ്റ് ചെയ്യുന്നവൻ അതിന്റെ ശിക്ഷ ഓൺ ദി സ്പോട്ടിൽ കൊടുക്കണം. അവനെ കോടതിയിലേക്കൊക്കെ വിട്ടു കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടും. ഈ കേരളത്തിൽ ഇല്ല, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കുഴപ്പം ഇതാ. ലോകത്തിലുള്ള അധർമ്മികളൊക്കെ ഇവിടെ ഇവിടെ രക്ഷപ്പെടാൻ സോഴ്സസ് ഒരുപാടുണ്ട്. മനസ്സിലായി? നിയമം വളരെ ലിബറലൈസ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ എന്ത് കുരുത്തക്കേട് ചെയ്യണമെങ്കിലും ഭാരതത്തിൽ പോയാൽ മതി. എന്നിട്ടുള്ള കുരുത്തക്കേട് ചെയ്യുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് തമ്പടിക്കാം. ഇവിടെ കോടിക്കണക്കിന് ജനങ്ങളിലോട്ട് ഇതിനിടയ്ക്കോടെ നടന്നോട്ടോ അറിയൂല്ല. ഇല്ലേ? 140 കോടി ഉള്ളതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് കുരുത്തക്കേട് ചെയ്താൽ ആരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ വലിയ പാടാ. ഒരുത്തൻ ജയിലിൽ ചാടിയിട്ട് എതിരെ പോയെന്നറിയില്ല. 2 ദിവസം എടുത്തു അവനെ പിടിച്ചോണ്ട് വരാൻ. ഇതൊക്കെ എന്തുകൊണ്ടാ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ശാസ്ത്രത്തെ മാനിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര നിയമങ്ങൾ മാത്രമല്ല മാനിക്കാതിരിക്കുന്നത്, നമ്മളുണ്ടാക്കിയ നിയമങ്ങൾ പോലും തെറ്റിക്കും, അവഗണിക്കും. ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നിയമപാലകർ നിയമമൊക്കെ പാസ്സാക്കണം. നിയമസഭയോ ലോകസഭയോ ഒക്കെ പാസ്സാക്കിയാലും വേണ്ടില്ല, അത് പാസ്സാക്കിയവർ തന്നെ തെറ്റിക്കും. ഇത് കലിയുഗത്തിന്റെ പ്രത്യേകത. അതാണ് ശാസ്ത്രത്തെ മാനിക്കാതിരിക്കുക എന്ന് പറയുന്നത്. ആത്മഹത്യമായിട്ടുള്ള ശാസ്ത്രത്തെ മാത്രമല്ല മാനിക്കാതിരിക്കണേ, നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ശാസ്ത്രവിധിയെ മാനിക്കാതിരിക്കും. അതിനെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ഉണ്ടാക്കി വെച്ചിട്ട് അത് ഒരു ഫലത്ത് ഫയലിലിരിക്കും, പ്രവൃത്തി മറ്റൊരു വിധത്തിലായി. അങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റും? യാതൊരുവൻ ശാസ്ത്രവിധി മാനിക്കാതെ തന്നിഷ്ടം പോലെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നുവോ അവൻ വിജയം പ്രാപിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവന് സുഖമോ പരമഗതിയോ അവന് ലഭിക്കുന്നതുമല്ല. തൽക്കാല സുഖമോ ആത്യന്തികമായിട്ടുള്ള മോക്ഷമോ അവന് ഒരിക്കലും ലഭിക്കുന്നതല്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ളവർ നീചജന്മത്തിലേക്ക് വീണ്ടും പോകാനും ഇടവരും. അതുകൊണ്ട് എന്താ പരിഹാരം എന്ന് പറയാണ് ഭഗവാൻ ഈ അധ്യായം അവസാനിക്കുമ്പം. ഭഗവാൻ 9-ാം അധ്യായത്തിൽ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രാപിക്കാൻ എല്ലാവർക്കും അർഹതയുണ്ട്. അത് സ്ത്രീ ആയിക്കോട്ടെ, പട്ടിപൂച്ചയായിട്ട് ജനിച്ച ഏത് ജീവാത്മാക്കളായാലും വേണ്ടില്ല, മനുഷ്യജന്മത്തിൽ തന്നെ പാപയോനികൾ ജനിച്ചവരാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന വൈശ്യരോ ശൂദ്രരോ സ്ത്രീകളോ
അവർക്ക് പോലും എന്നെ പ്രാപിക്കാനുള്ള അർഹത പറഞ്ഞു. 9-ാം അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, അർഹത ഒരിക്കലും യോഗ്യതയല്ല എന്ന് മനസ്സിലാക്കണം. ആ യോഗ്യത പറയുന്നത് 16-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകത്തിലാണ്. അതിനെന്താ മാർഗം? തസ്മാ ശാസ്ത്രം പ്രമാണം തേ കാര്യകാര്യ വ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തും മിഹാർഹസി. തസ്മാൽ അതുകൊണ്ട് അർജുന നിനക്ക് കാര്യകാര്യ വ്യവസ്ഥിതോ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തൊക്കെയെന്ന് നിർണയിക്കുന്നതിൽ ശാസ്ത്രം പ്രമാണം തേ. ശാസ്ത്രമാണ് അർജുന പ്രമാണം. അതുകൊണ്ട് ശാസ്ത്രവിധാനോക്തം ജ്ഞാത്വ, ആ ശാസ്ത്രവിധികളിൽ പറയപ്പെട്ടിട്ടുള്ളതിനെ അറിഞ്ഞിട്ട് ഇഹ കർമ്മ കർത്തും അർഹസി, ഇവിടെ നീ കർമ്മം ചെയ്യേണ്ടതാണ്. അഥവാ ആ ശാസ്ത്രത്തെ വേണ്ട വിധം മനസ്സിലാക്കിയിട്ട് അതിനെ അനുസരിക്കേണ്ടതാണ്. ഇവിടെ ശാസ്ത്രം എന്തുദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഗീതാശാസ്ത്രം തന്നെയാണെന്നും കൂടി പറയുന്നു. ശാസ്ത്രസമ്മതമായിരിക്കുന്ന കർമ്മം ഏതൊന്ന് അനുഷ്ഠിക്കണം എന്ന് സാരം. ഇവിടെ സൂചിതമായിരിക്കുന്ന ശാസ്ത്രം ഗീതാശാസ്ത്രം തന്നെ എന്ന് ശങ്കരഭാഷ്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ശങ്കരഭാഷ്യത്തിലും അത് സമർത്ഥിക്കുന്നുണ്ട്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഗീതാശാസ്ത്രമാണ്. അത് ജ്യോതിശാസ്ത്രം പഠിച്ചാലും ബാക്കി 6 ശാസ്ത്രം പഠിച്ചവരും ഗീതാശാസ്ത്രം പഠിക്കണം എന്ന് പറയുന്നത്. എങ്കിലേ ആ ശാസ്ത്രം തെറ്റിക്കാതെ തോന്നിവാസം നിഗമനത്തിലെത്തി അനുമാനങ്ങളിലെത്തിച്ച് പ്രശ്നം ഉണ്ടാകാതിരിക്കും. അപ്പൊ ജ്യോതിഷന്മാരിത് ആദ്യം പഠിക്കണ്ടേ അല്ലേ? ഇത് ഗുരുവായൂർ തന്നെ തർക്കിച്ചിട്ട് ഞാൻ ഖണ്ഡിച്ച് എന്താ പറഞ്ഞേ, മഹാപണ്ഡിതനായിരിക്കുന്ന കൈമുക്ക് പണ്ഡിതനോട് വരെ ഞാൻ തർക്കിച്ചു. നീ ധൈര്യമായിട്ട് പറഞ്ഞോളാം ഗുരുവായൂരപ്പൻ പറഞ്ഞു. അപ്പൊ ഒരൊറ്റ ശ്ലോകം വ്യാഖ്യാനിച്ചു, കർമ്മണോഖി ബോധവ്യം ബോധവ്യം ച വികർമ്മണാക അകർമ്മണശ ബോധവ്യം ഗഹന കർമ്മണോ ഗതി എന്നൊരൊറ്റ ശ്ലോകം വെച്ചിട്ട് ഞാൻ ആ ദേവജ്ഞനെ ഇരുത്തിയത്. അവസാനം അദ്ദേഹം പറയേണ്ടി വന്നു, അതൊന്നോടെ വ്യാഖ്യാനിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഉറപ്പായില്ലേ ഇദ്ദേഹം പഠിച്ചിട്ടില്ല. അത് വ്യാഖ്യാനിച്ച് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു, അങ്ങക്ക് നറുക്കിട്ട് കിട്ടിയതല്ലേ ഇവിടെ ദേവജ്ഞനായിട്ടിരിക്കാൻ? അങ്ങ് യാഗം ചെയ്ത ആളല്ലേ? അതെ. അങ്ങക്ക് ഇവിടെ ആരെങ്കിലും പേരെടുത്ത് വിളിച്ചിട്ട് അങ്ങക്ക് കിട്ടിയതല്ലോ? പല ജ്യോത്സ്യന്മാരുടെ പേരിട്ടിട്ട് അതിൽ അങ്ങക്ക് നറുക്ക് കിട്ടിയതല്ലേ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ തന്നെയാണ് സുപ്രീം കോടതി ജഡ്ജി. അങ്ങ് വക്കീലാണ് ഭഗവാന് വേണ്ടി വാദിക്കാൻ. മനസ്സിലായില്ലേ? അപ്പൊ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയണം. പറയാൻ പാടില്ലാത്ത പറയാൻ പാടില്ല. ബാക്കിയുള്ളവർ കൂടെ ഇരിക്കുന്നവർ എന്ത് പറഞ്ഞാലും അങ്ങാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഏതാ ശരി ഏത് തെറ്റ് അതനുസരിച്ചുകൊണ്ട് കാര്യം തീരുമാനിക്കണം. അപ്പൊ ഗുരുവായൂരപ്പനാൽ നിയോഗിക്കപ്പെട്ട ഒരു നിമിത്തമാണ് അങ്ങ്. അതുകൊണ്ട് ഇവിടെ എന്താ പ്രശ്നം എന്നുള്ളത്, അത് കർമ്മണോക്കി വിബോധവ്യം ബോധവ്യം ച വികർമ്മണാക അകർമ്മണശ ബോധവ്യം ഗഹനാകർമ്മണോ ഗതി. അങ്ങ് ചെയ്യാനുള്ള ചെയ്തിട്ട് പൊക്കോളൂ, അങ്ങ് പറയാനുള്ള പറഞ്ഞിട്ട് പൊക്കോളൂ. പിന്നെ കർമ്മത്തിന്റെ ഗതി അങ്ങല്ല തീരുമാനിക്കുക, അത് ഗഹനമാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം ദേവസ്വം ബോർഡ് പറഞ്ഞ പോലെ ചാർത്ത് എഴുതി കൊടുത്തിട്ട് പോയി. അതിന്റെ ഫലവും കിട്ടി 24. അതാണ് ആ ശാസ്ത്രത്തെ അനുസരിക്കാതിരുന്ന അതിന്റെ ഫലം ഓൺ ദി സ്പോട്ടിലാണ്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത കളി. 24 മണിക്കൂറിനകം അദ്ദേഹത്തിന് ഇവിടുന്ന് ഗുരുവായൂരിൽ തന്നെ ഭീഷണി പോയി, പുറത്തിറങ്ങിയ തട്ടുകളെന്ന് പറഞ്ഞു ആരോ. മനസ്സിലായില്ലേ? എന്നിട്ട് പോലീസ് കേസിൽ പോയാൽ അതിലും വലിയ ചക്കറ. നമ്മൾ ഇന്നത്തെ കാലത്ത് പോലീസ് കേസിന് പോയി കഴിഞ്ഞാൽ വാദിയും പ്രതിയും പെടും. ഇവര് വിളിക്കുമ്പോഴൊക്കെ പോകണ്ടേ? കോടതി പോയാൽ അതിലും വലിയ പ്രശ്നം. എന്തിനു പറയുന്നു? 1 വർഷത്തിനകം അദ്ദേഹം കൊറോണ വന്ന് മരിച്ചു. ആള് അവിടെ പ്രശ്നം വെച്ച ആൾ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. പ്രശസ്തി പത്രം 9,000 രൂപ ദക്ഷിണം കിട്ടിയപ്പോൾ അതൊന്നും മേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവര് പറഞ്ഞ പോലെ എഴുതി കൊടുത്തു. ആ പരിഹാരം തന്നെ ഇന്നും വേണ്ട വിധത്തിൽ പൂർത്തീകരിച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞാൽ ചില സത്യങ്ങളൊന്നും എനിക്കൊരു പ്രമാണം വേണ്ട, അല്ലാതെ നമ്മുടെ ബുദ്ധിയിൽ ഭഗവാനെ പ്രവർത്തിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് അവിടെ ഗീതാശാസ്ത്രം ഉപയോഗിച്ചിട്ട് ഞാൻ ഇതൊക്കെ കണ്ണിച്ചത്.
അത് തന്നെയാണല്ലോ ശങ്കരാചാര്യർ പറഞ്ഞതും. ശാസ്ത്രസംബന്ധമായ കർമ്മം ഏതെന്ന് അറിഞ്ഞിട്ട് അനുഷ്ഠിക്കേണ്ടതാണ്. ഇവിടെ സൂചിതമായിരിക്കുന്ന ശാസ്ത്രം ഗീതാശാസ്ത്രം തന്നെ എന്ന് ശങ്കരാചാര്യ സമർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രാരാബ്ധം അനുഭവിക്കുന്നവരായാലും അചഞ്ചലമായ ഭക്തി ഉണ്ടാകണമെങ്കിൽ ഗീതാശാസ്ത്രം വേണ്ട വിധത്തിൽ പഠിച്ചിട്ട് അത് താല്പര്യം കാണിക്കുന്നവർക്ക് ഈ പ്രാരാബ്ധങ്ങളിൽ നിന്ന് അനായാസേന അതിക്രമിച്ച് ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞത്. യജ്ഞമൂർത്തിയായിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ അവതാരം ഉണ്ടായത് പോലും ഈ ശാസ്ത്രത്തെ മാനിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അതാണ് ഭൂമി ചെയ്തിട്ട് ഇതാണ് മഹാത്മ്യം തന്നെ. ഭൂമിദേവിയും വിഷ്ണുദേവനും തമ്മിലുള്ള സംവാദമാണ്. അപ്പം ഇവിടെ വരാഹശാസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതാശാസ്ത്രം തന്നെയാണ് വരാഹശാസ്ത്രം. വരാഹ പുരാണത്തിൽ പറയുന്ന ശാസ്ത്രം ഗീതാശാസ്ത്രമാണ്. ആ ശാസനമാണ് ഗീതാ മഹാത്മ്യം ആയിട്ട് വരാഹ പുരാണത്തിൽ പറയുന്നത്. അപ്പൊ ഗീതാശാസ്ത്രത്തെ അനുശാസിക്കുക എന്നുള്ളതാണ് യജ്ഞമൂർത്തിയായിരിക്കുന്ന വരാഹമൂർത്തിക്ക് ഏറ്റവും പ്രിയകരം. അതിവിടെയുള്ള ജീവനക്കാരായാലും എല്ലാ കമ്മിറ്റിക്കാരായാലും എല്ലാം ആര് ഭഗവാനെ ഭജിക്കുന്നോ യജ്ഞമൂർത്തിയെ ഭജിക്കുന്നോ അവര് വരാഹശാസനം യഥാവിധി അനുസരിക്കാൻ തയ്യാറാകണം എന്നർത്ഥം. അനുകരിച്ചാലും സമ്മതിക്കില്ല. ഇവിടെയുള്ള സകല പ്രശ്നങ്ങൾക്ക് സാറിന് ഈ വരാഹശാസനം തെറ്റിച്ചതാ. അത് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാകണ്ടേ? ശാസ്ത്രസമ്മതമായിരിക്കുന്ന കർമ്മം ഏതെന്നറിഞ്ഞിട്ട് അനുഷ്ഠിക്കണം എന്നതാണ് സാരം. അതുകൊണ്ട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തൊക്കെയെന്ന് നിർണയിക്കുന്നത് ശാസ്ത്രമാണ്. നിനക്ക് പ്രമാണം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പ്രമാണമാകേണ്ടത് ശാസ്ത്രം തന്നെയാണ്. ആ ശാസ്ത്രം എന്തുദ്ദേശിക്കുന്നത് ഗീതാശാസ്ത്രമാണ്. ചെയ്യേണ്ടത് എന്താണെന്നും ചെയ്യാൻ പാടില്ലാത്ത എന്താണെന്നും കൃത്യമായിട്ട് ഗീതാശാസ്ത്രം അനുശാസിക്കുന്നുണ്ട്. കർമ്മണോഖ്യവി ബോധവ്യം ബോധവ്യം ച വികർമ്മണാകർമ്മണശ ബോധവ്യം ഗഹനാ കർമ്മണോ ഗതി. ഈ നിമിഷം ഞാൻ എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്നുള്ള ബോധം എനിക്കുണ്ടായിരിക്കണം. ഇതേ നിമിഷം തന്നെ എന്താണ് നിങ്ങളോട് ഞാൻ പറയാൻ പാടില്ലാത്തത് എന്ന ബോധവും എനിക്കുണ്ടായിരിക്കണം. ഞാൻ കേവലം നിമിത്തമാണ്. എൻ്റെ ഉള്ളിൽ അകർമ്മഭാവത്തിൽ നിർഗുണ പരബ്രഹ്മം ഇരുന്നു കൊണ്ട് ഗുരുവായൂരപ്പൻ തന്നെ ഇരുന്നു കൊണ്ടാണ് എന്നെ പറയിപ്പിക്കുന്നത്. ഞാൻ എന്നത് കേവലം അകർമ്മഭാവത്തിൽ വർത്തിക്കുന്നതാണ്. ഞാൻ നിമിത്തമാണ് എന്നുള്ള ബോധവും എനിക്കുണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ പോലും ഞാൻ പറയുന്നതിൻ്റെ ഫലം എന്തെന്ന് ഗഹനമാണ്. ഇത് നിങ്ങളെങ്ങനെയൊക്കെയാണ് എടുക്കുന്നതെന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. നിങ്ങൾ എത്രമാത്രം അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെപ്രകാരം ഈ ശാസ്ത്രത്തെ അനുസരിക്കുന്നു എന്ന് മുൻകൂട്ടി എങ്ങനെയാണ് വിധിക്കുന്നത്? കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ്. ഗഹനം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചെയ്യാനുള്ള കൃത്യമായിട്ട് ചെയ്താലും എനിക്ക് പറയാനുള്ള കൃത്യമായിട്ട് ഞാൻ പറഞ്ഞാലും അതിൻ്റെ റിസൾട്ട് ഭാവിയാണ് പറയുക. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ സാത്വിക സത്യം ഉണ്ടെങ്കിൽ സാത്വിക ഭാവത്തെ ശ്രദ്ധിക്കും. നിങ്ങൾ രജോ ഗുണക്കാരാണെങ്കിൽ രജോ ഗുണാടിസ്ഥാനത്തിലായിരിക്കും ഇത് ശ്രദ്ധിക്കുക. തമോ ഗുണക്കാരാണെങ്കിൽ എന്താ കേട്ടതെന്ന് ചോദിച്ചാൽ ചിലപ്പം ആ വിളിക്കുള്ളൂ. ചിലപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾ കേട്ടിട്ട് ഇരുന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഗതി എങ്ങനെയാ ഓരോരുത്തരിലും ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പക്ഷെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? ഈ ശാസ്ത്രം വേണ്ടവണ്ണം പഠിക്കുക, അതിൻ്റെ രഹസ്യത്തെ മനസ്സിലാക്കുക. വാക്യാർത്ഥം പഠിച്ചാൽ രഹസ്യം മനസ്സിലാകില്ല. അതിലൊക്കെ രഹസ്യമുണ്ട്. ആ രഹസ്യം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ രഹസ്യമാണ് ഒളിഞ്ഞിരിക്കുന്നത്. അത് ഓരോരുത്തരും അവരുടെ ബുദ്ധി കൊണ്ട് ചകഞ്ഞെടുക്കണം. അവരവരുടെ സ്വഭാവം, അവരുടെ കർമ്മവാസന അതനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ കാര്യത്തെ ഞാൻ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ കർമ്മണോഖ്യവി ബോധവ്യം ബോധവ്യം ച വികർമ്മണ എന്ന് ഭഗവാൻ കോമൺ ആയിട്ട് പറഞ്ഞു. ഇപ്പൊ ഞാനിപ്പോ പ്രഭാഷണം നടത്തുന്ന ആളാകുന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഈ നിമിഷം പറയേണ്ടത് എന്താണെന്നും പറയാൻ പാടില്ലാത്തതെന്നുള്ള ഒരു ബോധം എനിക്കുണ്ടായിരിക്കണം. നിങ്ങൾ മറ്റേതെങ്കിലും കർമ്മം ചെയ്യുന്നവരെ, പാട്ട് പാടുന്നവനാണെങ്കിൽ എന്താണ് പാടേണ്ടതെന്നും എന്താണ് പാടാൻ പാടില്ലാത്തതെന്നും അവനും ബോധം ഉണ്ടായിരിക്കണം. കൊട്ടുന്നയാളാണെങ്കിൽ എപ്പോഴും ഏത് താളത്തിലാണ് കൊട്ടേണ്ടതെന്നുള്ള ബോധം അവനുണ്ടായിരിക്കണം. അവതാളം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓരോ കർമ്മത്തിലും നമ്മൾ പാചകം ചെയ്യുവാണെങ്കിൽ എങ്ങനെയാ ഒരു വസ്തു ചായ ഉണ്ടാക്കണ്ടേ എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. എങ്ങനെ ഉണ്ടാക്കിയാൽ അത് കേടുവരാ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പാടില്ലാത്തത് എങ്ങനെയാണെന്ന് അറിയണം.
പാലും പഞ്ചസാരയും ചായയും ഒക്കെ എത്ര കൂട്ടണം എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന്റെ കൂട്ട് തെറ്റിയാൽ വികലമാകില്ലേ? എല്ലാത്തിനും ഒരു ശാസ്ത്രവിധി ഉണ്ടെന്നർത്ഥം, ഏത് കർമ്മത്തിനുമുണ്ട്. അപ്പൊ അതനുസരിച്ച് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ കൃതകൃത്യം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് കഴിഞ്ഞ അധ്യായം അവസാനിക്കുമ്പം ഇത് ഗുഹ്യതമം ശാസ്ത്രം മിതമുക്തം മയാനഖ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ ശാത് കൃതകൃത്യശ്ച ഭാരത. അവനാണ് യഥാർത്ഥത്തിൽ ഭാരതീയൻ എന്ന വാക്കിന് പേരിൽ തന്നെ അർഹനായി ഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തൊക്കെയെന്ന് നിർണയിക്കുന്നതിൽ നിനക്ക് ശാസ്ത്രമാണ് പ്രമാണം. അതുകൊണ്ട് ശാസ്ത്രത്തെ വേണ്ട വിധം മനസ്സിലാക്കുകയും ശാസ്ത്രത്തെ അനുസരിക്കുകയും വേണ്ടതാണ്. ശാസ്ത്രവിധികളിൽ പറഞ്ഞിട്ടുള്ളതിനെ മനസ്സിലാക്കി ഇവിടെ നീ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാകുന്നു. ശാസ്ത്രസമ്മതമായിരിക്കുന്ന കർമ്മം ഏതെന്നറിഞ്ഞ് അത് കൃത്യമായിട്ട് അനുസരിക്കുന്നവനായിരിക്കണം. അതായിരിക്കണം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൂചിതമായിരിക്കുന്ന ശാസ്ത്രം ഗീതാശാസ്ത്രം തന്നെയെന്ന് ഇവിടെ ശങ്കരാചാര്യ ഭാഷ്യത്തിലും എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് ഗീതാശാസ്ത്രത്തെ യഥാവിധി മനസ്സിലാക്കിയിട്ട് അത് അനുസരിക്കാൻ ശ്രമിക്കണം. നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഉപയോഗിക്കാം, ആർക്ക് ഏത് കർമ്മത്തിലും ഉപയോഗിക്കാം. പക്ഷേ അത് യുക്തിസഹജമായിട്ട് വിചാരം ചെയ്യണം. എന്നിട്ട് അത് എങ്ങനെ പ്രമാണമാക്കിക്കൊണ്ട് ആ ശാസ്ത്രത്തെ വിധിപ്രകാരം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കർമ്മവാസനയും നമ്മുടെ കഴിവും വച്ചുകൊണ്ട് ആ ശാസ്ത്ര വിധിപ്രകാരം നമ്മൾ പ്രവർത്തിക്കണം എന്നർത്ഥം. അത് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ദൈവാസുര സമ്പദ് വിഭാഗയോഗോ നാമ ഷോഡശോധ്യായിക. ഇതാണ് നമ്മുടെ ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു കുടുംബമായിക്കോട്ടെ, ഒരു ക്ഷേത്രമായിക്കോട്ടെ, ഒരു സ്ഥാപനമായിക്കോട്ടെ, ഒരു രാഷ്ട്രമായിക്കോട്ടെ, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആകുന്നുണ്ടെങ്കിൽ ജനത്തിനും അല്ലെ ഇൻഡിവിജ്വലി ആയിക്കോട്ടെ കുടുംബത്തിലായിക്കോട്ടെ അസമാധാന അവസ്ഥ, നമുക്ക് പ്രശ്നങ്ങൾ അവസാനിക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നു, അല്ലെ ദോഷങ്ങളെ കൊണ്ട് നമുക്ക് പൊറുതിമുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആസുരീ സമ്പത്തിൻ്റെ അതിക്രമമാണ്. അത് നമ്മൾ എല്ലാവരും സമൂഹമടക്കം അതിന് ബാധ്യസ്ഥരാണ് താൻ. ശാസ്ത്രവിധി മാനിക്കാത്തതിൻ്റെ എല്ലാവിധ പരിണിതഫലങ്ങളും കോൺട്രിബ്യൂട്ടറി റെസ്പോൺസിബിലിറ്റിയിൽ വരും. അതുകൊണ്ടാണ് കർമ്മം ചെയ്യുമ്പം അവരവർ ചെയ്യേണ്ടത് അവരവർ യഥാവിധി ചെയ്യണം, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതും യഥാവിധി നടക്കണം. കൂടി ചെയ്യേണ്ട കർമ്മങ്ങളും ഈ 3 തരത്തിലുള്ള കർമ്മത്തിൻ്റെ മാർഗങ്ങളും ശാസ്ത്രവിധി പ്രകാരമായിരിക്കണം. അത് മാനിക്കാതെ അവരുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്താൽ, മറ്റുള്ളവരുടെ ചെയ്യിപ്പിക്കുന്നതും തോന്നിവാസം ചെയ്യിപ്പിച്ചാൽ, കൂടി ചെയ്യേണ്ട കർമ്മങ്ങളും തോന്നിവാസം ചെയ്യിപ്പിച്ചാൽ, കൂടി ചെയ്താലും അതിൻ്റെ പരിണിത ഫലങ്ങൾ അവരവർക്കും, അതായത് ഒരു ഗതിയും പരഗതിയും ലഭിക്കുന്നതല്ല എന്നാണ് ശാസ്ത്രം തെറ്റിച്ചാലുള്ള കാര്യം പറയുന്നത്. അപ്പൊ ശാസ്ത്രത്തെ അനുസരിക്കാനുള്ളതാണ്, ശാസ്ത്രത്തെ അനുകരിക്കാനുള്ളതല്ല. നമുക്ക് കൂടുതലും പറ്റുന്നത് ഈ അനുകരണമാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നാൽ യഥാർത്ഥ മാർഗം എന്താന്നുള്ളത് ഗീതാശാസ്ത്രം ശരിക്കും പഠിച്ചാൽ സംശയമൊക്കെ തീർന്നിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് പഠിക്കാൻ തയ്യാറല്ലെങ്കിലോ? അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ 16 തൊട്ട് 24 വരെയുള്ള ശ്ലോകം കൊണ്ട് ദൈവാസുര സമ്പദ് വിഭാഗയോഗം സമർപ്പിക്കുകയാണ്. അനേക ചിത്തവിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേഷു ആത്മസംഭവിത സപ്ത ധനമാന്യം അതന്വിത യജന്തേ നാമയജ്ഞസ്തേ ദംഭോന അവധിപൂർവകം അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംസൃത മമാത്മാ പരതേഷു പ്രതിഷന്ധോ അഭ്യസൂയക താന്യകം ദീക്ഷിത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ശിവാബ്രജ ശ്രമശൃംഭാനാസുരീശേവയോനിഷു ആസുരീ യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാം പ്രപ്ലൈവ കൗന്ദയ തതോ യാതി തമാം ഗതി ത്രിവിധം നരകസ്യേതും ദ്വാരം നാശനമാത്മന കാമക്രോധസ്തഥാ ലോഭ തസ്മാൽ തത്രയം തജേത് ഏതർവിമുക്ത കൗന്ദേയ തമോദാര ശ്രീഭിന്നര ആചരത്യാത്മനശ്രേയ തതോ യാതി പരാം ഗതിം.
യസ് ശാസ്ത്രമിതിമുത്സൃജ്യ വർത്തത്തെ കാമകാരത ന സ സിദ്ധിം ആപ്നോതി ന സുഖം ന പരാംഗതി തസ്മാത് ശാസ്ത്രം പ്രമാണന്തെ കാര്യകാര്യ വ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിദോ നക്ത കർമ്മ കർത്തുമിഹാർഹസി. ഓം തത്സൽ. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ദൈവാസുര സമ്പദ് വിഭാഗയോഗോ നാമ ഷോഡശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിരാശംഖചക്രം കൗമോദഗീം സരസ്യം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം അദാലേശമനിശം പ്രതിഭാപയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.